Listen up, sister. Pull up on the trigger, dance round and round. Move like Goldfinger. We get down. Check one, check one. When I come down, I come down. This is the new bus stand? ಹೌದು ಸರ್. Please stop. ബസ്സിൽ നല്ല തിരക്കണം, നമുക്ക് സീറ്റ് കിട്ടുമോ? നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടല്ലോ. റിസർവ് ഒക്കെ ഓക്കെ. ഇവര് ബ്ലാക്കിൽ അടിച്ചാലേ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ഇതെന്താണ് പോലീസുകാരി? ഇവിടുത്തെ പോലീസിന് ജീപ്പില്ലേ? ನೀವು ಎಲ್ಲಿಂದ ಬರ್ತಿದ್ದೀರಾ? സംഭവം വാട്ട്സ് ദ പ്രോബ്ലം സർ? ನೀವು ಯಾಕೆ ಮಾತಾಡ್ತಿಲ್ಲ? സുധി, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. സാർ, നോ തെലുങ്കു, ഐ ആം മലയാളി, ലിറ്റിൽ ഇംഗ്ലീഷ്, യു ടോക്ക്, ഐ ടോക്ക്. ശരിയാ ഇല്ലല്ലേ? ನೀವು ಸತ್ಯವಾದಿ ಹೇಳು. ನೀವು ಪಾಕಿಸ್ತಾನಿ ಉಗ್ರವಾದಿ ಏನು? We are not terrorists. We are Indian nationals. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, ഞങ്ങൾ ഡീസന്റ് പാർട്ടീസ്. ಏನು ಏನು ഇതിರಲ್ಲಿ ಏನಿದೆ? സാർ, ഞങ്ങൾ ഷൂട്ടിംഗ് പാർട്ടീസ്. ಶೂಟಿಂಗ್? അല്ലേ? ನೀವು ಉಗ್ರವಾದಿಯೇನೋ? ನಿಮ್ಮನ್ನು ನಾನು ಅರೆಸ್ಟ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. That shooting, not that shooting. Marriage video shooting. We are innocent. ഇന്നസെന്റ് ഇവിടെ ആരും അറിയണം? വല്ല മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പേര് പറ. Sir, I videographer. This is my ഈശ്വര, ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ಇಲ್ಲಿ ಬಾರೋ. എന്താ പ്രശ്നം? സാർ മലയാളിയാണോ? അതെ. ആശ്വാസമായി. സാർ, ഞങ്ങൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ഇവർ പിടിച്ച് നിർത്തിയിരിക്കുക. ഞങ്ങൾ കേരളത്തിൽ നിന്നും വന്ന 2 വീഡിയോഗ്രാഫേഴ്സാ. ഇവിടെ ബാംഗ്ലൂരിൽ ഒരു മാരേജ് കവർ ചെയ്യാൻ വന്നതാ. ഈ ബാഗ് നിറയെ വീഡിയോ എക്യുപ്മെന്റ്സാ. അത് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയേ സാർ. ನೀವು ಹನಿಗೊಂಡು ದುಗ್ಗೆ ಇವು ಉಗ್ರವಾದಿಗಳಲ್ಲ. ಇವರು ಕೇರಳದಕ್ಕೂ ಬಂದ ವಿಡಿಯೋ ಫೋಟೋಗ್ರಾಫ್ಗಳು. ಇವರೆಲ್ಲೂ ಬದುವೆ ತ್ಯಾಗಿಯೋದಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ಇವರಿಗೆ ಕನ್ನಡ ಬರುವುದಿಲ್ಲ, ಭಾಷೆ ಒತ್ತುಪಸನ ಅಲ್ಲ. എന്താ സാറേ? അകത്തേക്ക് പോവാൻ. പെട്ടെന്ന് കേൾക്കൂടാ, വെടിവെച്ച് കൊല്ലും. വളരെ ഉപകാരം സാർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെയും പൊക്കിക്കൊണ്ട് പോയേനെ. അതെ. ബോംബെയിലെ ടെററിസ്റ്റുകളുടെ അറ്റാക്കിന് ശേഷം എല്ലായിടത്തും ചെക്കിംഗ് കർശനമാക്കിയിരിക്കുക. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ സാർ. എന്റെ പേര് സുധീന്ദ്രൻ. ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോ നടത്തുക. ഇതെന്റെ അസിസ്റ്റന്റ് സുന്ദരൻ. സ്റ്റുഡിയോ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ഞാനാ. എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, ഡിസൈനിങ്, എവറിത്തിങ് എല്ലാം എന്റെ കൺട്രോളില. അല്ലേ? ഞാനും എറണാകുളത്തേക്കാ. എന്റെ പേര് സണ്ണി ജോസഫ്. സാർ എന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്യുന്നു. ഇല്ലില്ല, ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ ബസ്സിലാ വരുന്നത്. ആ, ഈ ബാഗ് മുകളിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് യാത്ര ചെയ്തൂടെ? വേണ്ട സാർ, ഇതിൽ ക്യാമറയാണ്. ഇതെന്റെ ചോറ. ഇത് മേളിൽ നിന്നെങ്ങാനും താഴെ ഒന്ന് വീണ പുതിയത് വാങ്ങാൻ കാശില്ല. ഈ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഞങ്ങളെ പോലുള്ളവരെ. നിങ്ങൾക്ക് 2-3 കല്യാണവും 2 മരണവും കിട്ടിയാ പോരെ? ഇല്ല സാർ, വർക്ക് തീരെ കുറവാണ്. ഈ ഫ്രീലാൻസ് കാരണം ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായത് ഞങ്ങളാ. അവർക്ക് സ്റ്റുഡിയോ വേണ്ട, വാടക കൊടുക്കണ്ട, സ്റ്റാഫ് വേണ്ട, ഒരു കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിലിരുന്നാ മതി. നമ്മുടെ നിക്കാഹിനും ബാപ്പ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു. അങ്ങനെ പറയല്ല പൊന്നെ. മുംതാസ് മയ്യത്തായപ്പോ ഓളുടെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണിതു. ഞാൻ മയ്യത്തായാല് ഇക്ക എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? നീ മയ്യത്തായ
ഞാനും നിന്റെ കൂടെ മരിക്കും. മണ്ടൻ, ഞാനാണെങ്കിൽ ഉള്ള അനിയത്തിനെ കിട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. സുധിക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല സർ, ഈയിടെയായിട്ട് രാത്രി ഉറക്കം തീരെ കുറവാ. നേരത്തെയൊക്കെ ബസ്സിൽ നിന്നോണ്ട് ഉറങ്ങി യാത്ര ചെയ്യുന്ന ആളാ. പിന്നെന്ത് പറ്റി? എന്തു പറയാനാ സാറേ, ഓരോരോ പ്രശ്നങ്ങള്, മനസ്സമാധാനം ഇല്ല. 1-2 ബിസിനസ് ചെയ്ത് കുറെ കാശ് പോയി. സ്വന്തമായൊരു വീടുണ്ടാക്കി താമസിക്കാൻ കഴിഞ്ഞില്ല. ആ വീട് പണയപ്പെടുത്തി ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പണം കടമെടുത്താ പുതിയ ബിസിനസ് തുടങ്ങിയത്. എന്തോ ഞാൻ തുടർന്നൊന്നും രക്ഷപ്പെടുന്നില്ല. അതൊക്കെ ഒരു കഥയാ സാറേ. സാറിന് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ. ഹേയ്, രാത്രിയുള്ള യാത്രയിൽ ഞാനും ഉറങ്ങാറില്ല. ഈ ഡ്രൈവർ എങ്ങാനും ഉറങ്ങിപ്പോയാ അല്ല, ഞാൻ ഉറങ്ങി നിന്നിട്ടും കാര്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇന്ന് ഉറങ്ങുന്നില്ല. അല്ല, നമുക്ക് രണ്ടാൾക്കും ഉറക്കമില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. ആയിക്കോട്ടെ സാർ. വിരോധമില്ലെങ്കിൽ സുധിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാം. പ്രശ്നങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിനൊരു ആശ്വാസം കിട്ടും. പറയാം സാർ, ഞാനെല്ലാം പറയാം. ഒരു വീഡിയോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. നവവധുവിന്റെ സ്മൈൽ ശരിയായില്ല, നമുക്കൊന്നുകൂടെ എടുക്കാം. സുന്ദര, എന്തോ? ആ സ്മൈൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഏത് തരം സ്മൈലാ കാണിച്ചു കൊടുക്കേണ്ടത്? കല്യാണത്തിന്റെ പിറ്റേ ദിവസം മണവാട്ടിയുടെ മുഖത്ത് വരുന്ന നാച്ചുറൽ പുഞ്ചിരി, അതങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. ഓ, അപ്പൊ ആ സ്മൈലാ വേണ്ടത്. ദുപ്പച്ചരിയത്തിരാ നിങ്ങടെ നോക്കിയേ. സുന്ദരങ്ങി വന്നേ. എന്താ സുധി? ഇതാണോടാ പുഞ്ചിരി? ഇതാദ്യമായിട്ട് പശുവിനെ കാണുമ്പോൾ മൂരിക്കുട്ടന്റെ റിയാക്ഷൻ പോലെയുണ്ട്. താനൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, നാച്ചുറൽ ആയിട്ടൊന്ന് പുഞ്ചിരിച്ചേ. അത്രേ ഉള്ളൂ. അത് തന്നെ, ഇതാ ഞാനും പ്രതീക്ഷിച്ചത്. സുന്ദര, എന്തോ? അവർക്ക് ആ പ്രൊഫൈൽ പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ ഈ പ്രൊഫൈലിൽ ഇങ്ങനെ ഡൗൺ ചെയ്തിട്ട് വേണ്ട, അത്രയും വേണ്ട. ആ ഫേസിലെ മേക്കപ്പ് കളയരുത്. ബോഡിയിൽ ടച്ച് ചെയ്യാതെ കാണിച്ചു കൊടുത്താൽ മതി. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അതായത് ഇങ്ങനെ പിടിച്ചിട്ട്. ഓക്കെ, റെഡി? ഫൈൻ. ഡബിൾ ഓക്കെ. ഒരു കല്യാണ വീഡിയോക്ക് ഇത്രയും വലിയ സെറ്റപ്പ് എന്തിനാണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്റെ വർക്കിന് അതിന്റേതായിട്ടുള്ള പെർഫെക്ഷനും ക്വാളിറ്റിയും ഉണ്ടാവും. എന്റെ ഷോട്ട്സ് ഒക്കെ സിനിമ സ്റ്റൈലായിരിക്കും. അത് നിങ്ങൾക്ക് കല്യാണ സീഡി കിട്ടുമ്പോ മനസ്സിലാവും. ഈ സാർ ക്യാമറയൊക്കെ തൂക്കി ഇവിടേക്ക് നടക്കുന്ന ആളല്ല, സിനിമയിലെങ്ങാനായിരുന്നെങ്കിൽ. ഒരു സന്തോഷ് ശിവനോ ബാലു മഹേന്ദ്രനെ പോലെ ഫേമസ് ആണ്. രണ്ടും ഇങ്ങോട്ട് വന്നേ. എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഷിഫ്റ്റ് ബീറ്റ്. എടാ കൊച്ചപ്പോ, ആ മണിക്കിട്ടൊരു ഫെദർ ടച്ച് കൊടുക്ക്. എടാ, കോളിംഗ് ബെല്ലൊന്ന് വിരലമർത്താൻ. അത് പറയണ്ടേ? വീട്ടി നീട്ടിയടിച്ച് മണിക്ക് ടെൻഷൻ കൊടുക്കാതെ അമർത്തി അടിച്ചാൽ അവിടം വരെ കേക്ക് മുതലാളി. ആഹാ. ആരോടോ ഇവിടെ കല്ലൂക്കാരനോ? വന്നാട്ടെ. അതെ, കല്ലൂക്കാരൻ പൊറിഞ്ഞു തന്നെ. എന്താ സംശയമുണ്ടോ? കാണുമ്പോ പഞ്ചാര വർത്താനം പറഞ്ഞോണ്ട് കാര്യമില്ല. കാശിന് കാശ് തന്നെ വേണം. മുതലാളി ഫൈനാൻസ് ചേർന്നത് പുണ്യം കിട്ടാനല്ല, 4 പുത്തനുണ്ടാക്കാനാ. എവിടെ മകൻ സുചീന്ദ്രൻ? സുചീന്ദ്രൻ അല്ല മുതലാളി, സുധീന്ദ്രൻ. രണ്ടും ഒന്ന് തന്നെ. അതെ, മിടുക്കനാ ഗജവേന്ദ്രൻ. വിളിക്കവനെ. അവൻ എഴുന്നേറ്റിട്ടില്ല, ഉറക്ക. അവൻ കിടന്നുറങ്ങാമല്ലോ. അവൻ കിടന്നുറങ്ങുമ്പോ ഉറക്കം നഷ്ടപ്പെടുന്ന എനിക്കല്ലേ? വിളിക്കവനെ. അതോ ഞാനകത്ത് വിളിക്കണോ? അയ്യോ വേണ്ട, ഞാൻ വിളിക്കാം. ആരാമേ? പൊറിഞ്ചേട്ടനോ? എന്താ വന്ന കാലം നിന്ന് കളഞ്ഞ്? വരൂ, അകത്തോട്ടിരിക്കാം. അകത്തോട്ട് കേറുന്നില്ല. നീ എന്നെ അധികം സൂചിപ്പിക്കല്ലേ. എന്താ എന്റെ കാശിന്റെ കാര്യം? മുതലോ ഇല്ല, പലിശ എന്നിട്ട് മാസം 6 ആയി. പൊറിഞ്ചേട്ടാ, അത് വേണ്ട വേണ്ട. നിന്റെ ഈ പഞ്ഞപ്പാട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. ഇനി നടക്കില്ല. ഇന്ന് എനിക്ക് എന്റെ കാശ് വേണം. ഇല്ലെങ്കിൽ വാങ്ങാനുള്ള വഴി എനിക്കറിയാം. നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എനിക്ക് കുറച്ച് സാവകാശം കൂടി ചേട്ടൻ തരണം. സാവകാശം കുറേയായി. നിന്റെ കാശില്ലേ നിന്റെ ചേട്ടൻ തഹസിൽദാരോട് വാങ്ങിച്ചാ? അതെ, ഡെയിലി നല്ല കൈക്കൂലിയിട്ടുന്ന ജോലിയല്ലേ. അയാൾ വിചാരിച്ച് പുഷ്പം പോലെ തരാൻ പറ്റും. ചേട്ടനോടൊന്നും ഞാൻ കാശ് ചോദിക്കാറില്ല.
പൊറിഞ്ചുവേട്ടൻ ഒരാഴ്ച കൂടി ക്ഷമിക്കുക. ആരെ കൊന്നിട്ടായാലും ഞാൻ കാശ് തരാം. നിന്റെ ബുദ്ധി കൊള്ളാമല്ലോടാ. കൊലക്കുറ്റത്തിന് ഞാൻ അകത്ത് പോയി കിടന്നാ പിന്നെ നീ എനിക്ക് കാശ് തരണ്ടല്ലോ. തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഒരാഴ്ചക്ക് എന്റെ പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ തള്ളയുടെ പേരിട്ടിരിക്കുന്ന പത്മ സ്റ്റുഡിയോയ്ക്ക് എന്റെ അമ്മച്ചിയുടെ പേര് എലീസ സ്റ്റുഡിയോ ഇടും. എലീസ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഉള്ള ടെസ്റ്റ് ആണ് മുതലാളി. ആയിക്കോട്ടെടാ, എയ്ഡ്സ് വരുന്നതിന് മുമ്പ് എന്റെ അമ്മച്ചിയുടെ പേരാത്. ഇനി അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. വല്ലോന് എയ്ഡ്സ് വരുന്നതിന് ഞാനാണോടെ ഉത്തരവാദിത്തം? അപ്പൊ പറഞ്ഞ പോലെ ഒരാഴ്ച സമയം. ഇപ്പൊ ഞാൻ പോവാണ്. പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഒരു വരവ് വരും. കേരടാ. ആരേ ശശി? ശശിയേട്ടാ, ഈ ഫോട്ടോ ഇവിടുന്ന് പ്രിന്റ് അടിച്ചു കൊടുത്താണോ? നോക്കട്ടെ സാറേ. അല്ല സാർ. അയ്യോ, കള്ളം പറയുന്നോടാ റാസ്കൽ. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച് കല്യാണം മുടക്കാൻ നടക്കുന്നോടാ. ഈ ഫോട്ടോയിലുള്ളവൻ ആരാടാ? അത് ഗിരിനഗറിലുള്ള ഒരു സുമേഷ് ആണ് സാറേ. ആരെ ഈ സ്റ്റുഡിയോ നടത്തുന്നത്? അതാരാടാ? സുധീന്ദ്ര സാറാ. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. അയാൾ വരുമ്പോ സ്റ്റേഷനിലോട്ട് വരാൻ പറ. നടക്കാം. പപ്പേട്ടാ, എന്താടാ, എന്തൊക്കെയുണ്ട്? ആകെ പ്രശ്നമായി പപ്പേട്ടാ. ഇക്കാലത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താടാ, എന്തു പറ്റി? ഏതോ ഒരു പെണ്ണിന്റെയും ചെക്കന്റെയും ഫോട്ടോകൾ കൂട്ടി യോജിപ്പിച്ച് പ്രിന്റ് അടിച്ചു കൊടുത്തതിന് സ്റ്റുഡിയോയിലെ ശശിയെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, വിശ്വസ്തരായവരെ മാത്രമേ ജോലിക്ക് നിർത്താവുന്നു. ഇനി ഇപ്പൊ ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാ നിന്റെ സ്റ്റുഡിയോയിലേക്ക് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരൂ? അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ എസ് ഐ മാത്രമേ പപ്പേട്ടിന് പരിചയമുള്ളതല്ലേ? പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. തന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രിന്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വരുമോ? ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല സർ. മറ്റാരും അറിയാതെ സ്റ്റുഡിയോയിൽ വെച്ച് ശശി വളരെ രഹസ്യമായിട്ട് ചെയ്തു കൊടുത്തതാ. ആര് ചെയ്തു കൊടുത്താലും സ്റ്റുഡിയോ ഓണർ എന്ന നിലയ്ക്ക് ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്രിമിനൽ ഒഫൻസാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഇവന് വല്ലാത്ത കുറ്റബോധമുണ്ട് സർ. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ എനിക്കറിയാവുന്ന ഒരാളുടെ കുട്ടിയാ. ഞങ്ങൾ ഇന്ന് തന്നെ അവരെ പോയി കാണുന്നുണ്ട് സർ. താനിതിൽ ഇൻവോൾവഡ് അല്ല എന്ന് പപ്പേട്ടൻ പറഞ്ഞുകൊണ്ടാ തന്നെ ഇന്ന് ഒഴിവാക്കുന്നത്. പക്ഷെ യുവമാരുണ്ടല്ലോ, ഇവരെ ഞാൻ വെറുതെ വിടില്ല. സർ, ഈ ഒരു തവണത്തേക്ക് ഇവരോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്കണം. നിന്നേ, പപ്പേട്ടൻ ചെല്ല്, ഞാനിവിടെ നിന്നോളാം. പിന്നെന്തിനാ നീ വന്നേ? അല്ല, ഞാനാണ് സ്റ്റുഡിയോക്കാരനെന്ന് അറിഞ്ഞ ചിലപ്പോ അവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. ഞാനല്ലേ കൂടെയുള്ളത്. നീ വാ. ആ, ഇതാര്? പപ്പനോ? വരൂ വരൂ, ഇരിക്കൂ. എന്താ പതിവില്ലാതെ? വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഒന്ന് കാണണമെന്ന് തോന്നി. ആ, അങ്ങനെയൊക്കെ സംഭവിച്ചു. ആരാ? മനസ്സിലായില്ലോ. ഇത് സുധി, എന്റെ ശിഷ്യനാ. ഓ, ഇവന്റെ സ്റ്റുഡിയോയിൽ ഒരുത്തനാ ശ്രീജയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ആ ഫോട്ടോ ശരിയാക്കി കൊടുത്തു. കാശുണ്ടാക്കാൻ നോക്കിയ മാർഗം കൊള്ളാം. ഇതിലും ഭേദം. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. സുധി അല്ല ഇതൊന്നും ചെയ്തത്. ഇവൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. അതെ സർ, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോ സാറിന്റെ മകളുടെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വന്ന് എന്റെ അസിസ്റ്റന്റിന് കാശ് കൊടുത്ത് ചെയ്യിച്ചതാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ മാപ്പ് ചോദിക്കാനും കൂടി ഞങ്ങൾ വന്നത്. ഇനി മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ മോൾക്കുണ്ടായ ചീത്തപ്പേര് പോവോ? നിങ്ങൾക്കുണ്ടായ അപമാനത്തിന് ഞാൻ എന്തു പറഞ്ഞാലും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, ഞാൻ വരന്റെ വീട്ടിൽ ചെന്ന് സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയാലോ? ഏയ്, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ഒരുത്തൻ കല്യാണം മുടക്കാൻ വേണ്ടി കൃത്രിമ ഫോട്ടോ ഉണ്ടാക്കി അയച്ചതാണെന്ന് ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞതാ. കേട്ടില്ല. എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ? ഇനി അവരിങ്ങോട്ട് വന്ന് പറഞ്ഞാലും അവൾക്ക് ആ ബന്ധം വേണ്ടെന്നാ പറയുന്നത്. താൻ വിഷമിക്കണ്ട. ഈശ്വരൻ ശ്രീജയ്ക്ക് നല്ലതേ വരുത്തു. മോളെവിടെ? കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിരിക്കുക.
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു മോളെ? കുഴപ്പമില്ല. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും വളരെ നന്നായി. മനസ്സിൽ നന്മയുള്ളവർക്കെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാവും. ശ്രീജ എന്തുകൊണ്ടും നിനക്കിണങ്ങുന്ന പെൺകുട്ടിയാ. നിന്റെ ഭാര്യയായി വരാനായിരിക്കാം ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയത്. വിവാഹം മുടങ്ങിപ്പോയതിലുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ. ആ കുട്ടിക്കും വീട്ടുകാർക്കും എന്നെ കൂടി ഇഷ്ടാവണ്ടേ. നിനക്ക് മറ്റ് ഡിമാൻഡുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ പരമേശ്വരൻ നായരോട് ഞാൻ ഇക്കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. നീ ഇന്ന് തന്നെ അമ്മയോടും ചേട്ടനോടും ചോദിച്ച് അനുവാദം വാങ്ങണം. അവരുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ശരി, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല. നീ പറയുന്ന കുട്ടിയുടെ അച്ഛൻ പരമേശ്വരൻ നായരെ എനിക്കറിയാം. നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ബന്ധമാണ്. പക്ഷേ എനിക്ക് ഇവനെയാ പേടി. ഇതാ കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഉഴപ്പി നടക്കാനാണ് ഭാവമെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കാൻ നല്ലത്. അതൊക്കെ കല്യാണം കഴിയുമ്പോ ശരിയായിക്കോളും. ഇത്രയും നാള് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആള് ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം. ഇനി അതും ഇതും പറഞ്ഞ് ചേട്ടൻ കാരണം അനിയന്റെ കല്യാണം നടക്കാതിരിക്കണ്ട. നിനക്കത് പറയാം. പല ബിസിനസ്സും നടത്തി എത്ര രൂപയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ദാ ഇപ്പൊ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, കേട്ടില്ലേ? ജോലിക്കാരുടെ വിക്രിയകള്. ആ പപ്പേട്ടനുള്ളതുകൊണ്ട് ഇവൻ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ രക്ഷപ്പെട്ടു പോകുന്നു. ഒരു കണക്കിന് നന്നായി. അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടാണല്ലോ ഇവൻ എപ്പോഴെങ്കിലും പെണ്ണ് കെട്ടാൻ സമ്മതിച്ചത്. ഓ, അമ്മ ഇത്ര പാവായി പോയല്ലോ. അമ്മയായി ഇവനെ ഇത്രയും വഷളാക്കിയത്. കല്യാണമൊക്കെ കഴിഞ്ഞ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും, അല്ലേടാ? അതെ, ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ചേട്ടത്തെ കെട്ടിയതിന് ശേഷമല്ലേ ഈ മൂരാച്ചി സ്വഭാവത്തിന് അല്പമെങ്കിലും മാറ്റം ഉണ്ടായത്. അതെ, നാളെ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി പോയി കുട്ടിയുടെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. പപ്പേട്ടനും കൂടെ വരും. ഇവന്റെ ധൃതി കണ്ടാ തോന്നും ആ പെണ്ണിനെ നാളെ തന്നെ വിളിച്ചോണ്ട് വരുമെന്ന്. ലക്ഷണം കണ്ടിട്ട് ആ കുട്ടിയുടെ കല്യാണം മുടക്കിയത് ഇവനാണോന്ന് എന്റെ സംശയം. എങ്ങനെയുണ്ടമ്മേ? ആരോ മനസ്സിൽ പാടി പരിണയ സുന്ദരകാലം സ്നേഹമാംഗല്യം നിൻ മിഴിയിലേതോ കാവ്യമെഴുതുകയായി പൂക്കും മുടക്കുഴലീണവുമായി ആരോ മനസ്സിൽ പാടി പരിണയ സുന്ദരകാലം. പുത്തൻ കോടി തുന്നി പുതുവയിലും കളഭം അണിയേ നെറ്റിപ്പൂവിലിട്ടും കുറുനിരകൾ മാടി വധുനീ. പുത്തൻ കോടി തുന്നി പുതുവയിലും കളഭം അണിയേ നെറ്റിപ്പൂവിലിട്ടും കുറുനിരകൾ മാടി വധുനീ. പറനിറഞ്ഞു പന്തലിൽ സ്വർണദീപം സാക്ഷിയായി കുറുമൊഴിപ്പൂ പെണ്ണിവൾ താലിഭാഗ്യം നേടവേ പ്രണയ കവിതകളായി പൂക്കും ഒടക്കുഴലീണവുമായി ആരോ മനസ്സിൽ പാടി പരിണയ സുന്ദരകാലം.
മെല്ലെ കണ്ണു ചിമ്മി മണിമുകിലും ഉറക്കം നടിക്കേ മുല്ലപ്പൂവ് ചൂടും മധുമതിയൻ മാറിൽ ഒതുങ്ങി മെല്ലെ കണ്ണു ചിമ്മി മണിമുകിലും ഉറക്കം നടിക്കേ മുല്ലപ്പൂവ് ചൂടും മധുമതിയൻ മാറിൽ ഒതുങ്ങി അഴകുണർത്തി ചൊടികളിൽ ആദ്യരാവിൻ സുസ്മിതം പവനുദിക്കും നെറ്റിയിൽ കാത്തുവെച്ചൻ ചുംബനം മധുര മധുവിധുവായി പൂ പൂ പൂക്കും മോടക്കുഴലീണവുമായി ആരോ മനസ്സിൽ പാടി പരിണയ സുന്ദര കാലം സ്നേഹമാംഗല്യം നിൻ മിഴിയിലേതോ കാവ്യമെഴുതുകയായി പൂ പൂ പൂക്കും മോടക്കുഴലീണവുമായി ആരോ മനസ്സിൽ പാടി പരിണയ സുന്ദര കാലം ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേണ്ട ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ക്യാമറ താഴെ വയ്ക്കാം. അയ്യോ വേണ്ട, അത് വേണ്ട, ശരിയാവില്ല. ഇത് ഇതാ ഇങ്ങനെ തരൂ. ഇരിക്കൂ ഇരിക്കൂ. ഒരു മിനിറ്റ്. ഇത് കോള് ഓഫ് ചെയ്തിരിക്കാം. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച ശശിയോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ആ ദുഷ്ടനോടോ? ആ, അവൻ അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇതാരാ ഈ സമയത്ത്? ഹാപ്പി മാരീഡ് ലൈഫ്. സമ്മാനം തന്നിട്ട് നീ ഓടിക്കളയാൻ പോടാ. വാടാ ഇങ്ങോട്ട്. രാവിലെ വിവാഹത്തിനെത്താൻ സാധിക്കാത്തതിൽ ആദ്യമേ സോറി. എന്നെപ്പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ പ്രൊഡ്യൂസർമാർ സമയം തരില്ല. അത് തന്നെയാ പ്രശ്നം. ഇന്നാ ഇത് പിടി, എന്റെ കയ്യിൽ ഭാരം ഒഴിയട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പാലക്കാട് ലൊക്കേഷൻ, പോരാത്തിന് മമ്മൂട്ടി സാറിന്റെ കോമ്പിനേഷനും. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ? ഞാൻ വേഗം പോയേക്കാം. നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ടെമ്പോ ഞാനായിട്ട് കളയുന്നില്ല. വിളിക്കുന്നില്ല പെടേ. ശ്രീജേ, നീ ഇരിക്കേ. ശ്രീജേ, ഇത് വലിയ ശല്യമായി. പറ്റില്ല, പോകാൻ പറ്റില്ല. വിടമാട്ടെ. അഡ്വാൻസ് ഒക്കെ ചോള ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് ചിരഞ്ജീവിയുടെ കൂടെ നടിക്കാൻ പോണോ? അത് ഇവിടെ നടക്കില്ല. നോ നോ നോ, നത്തിങ് ഡൂയിങ്. ആരാ? തന്നിഷ്ടയാ. തന്നിഷ്ടയോ? അതാരാ? തെലുങ്കിലെ പുതിയ നടിയാ തന്നിഷ്ട. അവളുടെ തന്നിഷ്ടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ എന്നിഷ്ടമേ നടക്കൂ. ഞാൻ ഹാപ്പിയാണ് സുധി. നല്ല ഐശ്വര്യമുള്ള, നല്ല പോസിറ്റീവ് എനർജി ഉള്ള കുട്ടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് റഫീഖ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിസ്റ്റർ ഭാഗ്യവതിയാ. ഇവനെ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരുത്തനെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവൻ വെറും ഒരു വീഡിയോഗ്രാഫർ ആളല്ല. ഇവന്റെ ഫ്യൂച്ചർ അങ്ങ് സിനിമയില. ഇവൻ വലിയൊരു ക്യാമറമാനായി തീരും, എനിക്കുറപ്പാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചാണോ? ഞാൻ വരുന്ന വഴി കഴിച്ചതാ. എന്നാ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അപ്പൊ സിസ്റ്ററെ, ഞാൻ ഇറങ്ങിയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഊണിന് കൂടുതൽ കറികൾ വേണമെന്നൊന്നും സുധിക്ക് നിർബന്ധമില്ല. കൂർക്ക മെഴുക്ക് വരട്ടിയതും മോര് കാച്ചിയതും ഉണ്ടെങ്കിലേ അവന്റെ കാര്യം കുശാൽ. സുഖുവിന് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കടിച്ചു പറിക്കാൻ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ അവൻ ബഹളം ഉണ്ടാക്കും. അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ആ തലവേദനയില്ല. ഇറച്ചിയും മീനുമൊക്കെ സുമ നന്നായിട്ടുണ്ടാക്കും. നോണൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. പെൺകുട്ടികളായാലും ഒക്കെ പഠിച്ചിരിക്കണം. എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ കേശുവേട്ടന്റെ അമ്മ സുധിയുടെ മുത്തശ്ശിയെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി ആദ്യം അറിയേണ്ടത് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളാ. രുചിയുള്ള ഭക്ഷണം സ്നേഹത്തോടെ ഭർത്താവിന് വെച്ചു വിളമ്പി കൊടുത്താൽ ഒരു പരിധിവരെ കുടുംബകലകം ഒഴിവാക്കാൻ പറ്റുമെന്ന്. കേശുവേട്ടൻ മരിക്കും വരെ ഞാനത് തെറ്റിച്ചിട്ടില്ല. മോളും അത് ഓർത്തിരുന്നാ മതി. സുധി ആളൊരു പാവാ. ആരെന്ത് പറഞ്ഞാലും അപ്പാടെ വിശ്വസിച്ച് ഇല്ലാത്ത എടാകൂടങ്ങളൊക്കെ ചെന്ന് ചാടും. ഇതിന്റെ പേരിൽ ഏട്ടനനിയനും കൂടി എപ്പോഴും വഴക്കാ. ഞാനാ ഇതിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കണത്. കല്യാണം കഴിഞ്ഞ് വർഷം 10 കഴിഞ്ഞിട്ടും സുഖുവിന് കുട്ടികളൊന്നും ആയിട്ടില്ല. അതിന്റെ ദുഃഖവും പ്രയാസവും അവന് നന്നായിട്ടുണ്ട്. ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആരാന്ന് നോക്കിയ മോളെ. അമ്മയോടെ അകത്തുണ്ട്. ഇനി വന്നേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നെ ക്യാമറാമാൻ ശേഖരന്റെ അസിസ്റ്റന്റ് ആക്കാന്ന് പറഞ്ഞ് റഫീക്ക് വിളിച്ചിരുന്നു. ഇന്ന് രാത്രി എന്നെ പാലക്കാട് എത്തണമെന്ന്. എന്റെ ഭാഗ്യം തെളിഞ്ഞു എന്നാ തോന്നണേ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലേ? ഇന്ന് ഏതായാലും മടങ്ങിയെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവിടെ ചെന്നോടം വിളിക്കാം. പിന്നെ തൽക്കാലം അമ്മ ഈ വിവരം അറിയണ്ട. അതെന്താ? സിനിമയുടെ കാര്യത്തിനാണ് പോകുന്നതെന്ന് അറിഞ്ഞാ ഞാൻ സ്റ്റുഡിയോ നോക്കാതെ നടക്കുകയാണെന്നും പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കും. അയ്യോ, കള്ളം പറഞ്ഞു പോയിന്നെങ്ങാനും അറിഞ്ഞ എന്നെ പറ്റി അമ്മ എന്ത് വിചാരിക്കും? അതൊന്നും സാരമില്ല. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം. വരൂ, പെട്ടി പാക്ക് ചെയ്യാം. റഫീഖ്, വല്ലാത്ത വിശപ്പ്. നിന്നെ കാണാതായപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. ട്രെയിൻ ലേറ്റായോ? ആ, നീ ഫുഡ് കഴിക്കി. വേണ്ട, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിയൊക്കെ പിന്നെ ആവാം. ഡയറക്ടറുടെ മുറിയിൽ ക്യാമറമാനും റൈറ്ററും ഡിസ്കഷനിലാ. നമുക്ക് അങ്ങോട്ട് പോയി ഷെയർ ചെയ്യണ്ട കണ്ടേ. ആ, നീ കഴിക്കി. ലഡു പോലത്തെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, കടലക്കറി, ചപ്പാത്തി, സലാഡ്. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട, ഞാൻ കഴിക്കില്ല. ആ, കഴിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഒന്ന് കുപ്പിയും മോരായിട്ടുണ്ട്. എന്നിട്ടും ചിലർ കഴിക്കുന്നില്ലേ? ഹലോ, എന്താ മോളെ പറയ്. ശബ്ദം വരുന്നോ? ആ, കുറച്ച് പഴകിക്കഴിഞ്ഞാൽ ശബ്ദമൊക്കെ വരും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ അത് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും മോളെ. വെക്കട്ടെ? റെയിൽവേ സ്റ്റേഷനിലെ ചേരി കിടന്നുറങ്ങിയ പെണ്ണ ഇപ്പൊ അവർക്ക് സ്പ്ലിറ്റ് എസിയുടെ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. നടി അവിനാശി വരുമ്പോ കാക്കക്കുയില് പോയിരുന്ന പെണ്ണ. പ്രൊഡക്ഷൻ ഷാപ്പാടൊക്കെ അടിച്ച ഈ കാണുന്ന നിറവും മസലൊക്കെ ഉണ്ടായത്. ഈ പ്രൊഡക്ഷൻ ഷാപ്പാട് 2 ആഴ്ച അടിച്ച നീ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും. പിന്നെ ഇത് ഏത് തരത്തിലുള്ള സിനിമയാ? ഇതൊരു പ്യുവർ ഫാമിലി ചിത്രമാണ്. ഡൈവോഴ്സായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആവും. ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ റിലീസിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. എന്താ ഇതിന്റെ കഥ? കഥയൊക്കെ പറയാം. ആദ്യം നമുക്ക് ക്യാമറമാനെ കാണണം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. ഇപ്പോ പടത്തിന്റെ 1/3 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലൈമാക്സ് എന്താണെന്ന് ഫിക്സ് ചെയ്യാതെ ബാക്കി സീൻസ് എടുക്കാൻ പറ്റില്ല. യെസ്. റഫീഖേ, നാളത്തെ ലൊക്കേഷൻ ഓക്കെ അല്ലേ? ഓക്കെ സർ. ശേഖർ സാർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഒരു 5 മിനിറ്റ് റഫീഖേ, ഇത് തീർത്തോട്ടെ. ഇപ്പൊ അനിൽ എഴുതിയിരിക്കുന്ന ക്ലൈമാക്സ് വളരെ യൂഷ്വൽ ആണ്. നമ്മൾ ഈ ഫാമിലി പടം എടുക്കുമ്പോൾ വളരെ അൺയൂഷ്വൽ ക്ലൈമാക്സ് ആയിരിക്കണം. എങ്കിലേ ലേഡീസ് അക്സെപ്റ്റ് ചെയ്യൂ. ശേഖരൻ എന്ത് തോന്നുന്നു? അത് ശരിയാ. പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഒരു ട്വിസ്റ്റ് വേണം. അതാ ഞാനും പറയുന്നത്. അനിൽ വേറെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 1-2 ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൽ ബെറ്റർ ആയത് ഞാൻ പറയാം. ലീഗലി ഡൈവേഴ്സായി പിരിഞ്ഞിരിക്കുന്ന രേഖയ്ക്കും രവിക്കും വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുന്നു. ഇരുവർക്കും വേറെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനാവുന്നില്ല. 5 വയസ്സുള്ള മകൾ രവിക്കൊപ്പമാണ്. കുട്ടിയെ വിട്ടുകിട്ടാൻ രേഖയുടെ അച്ഛൻ കുടുംബ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. കുട്ടിക്കാണെങ്കിൽ അച്ഛനും വേണം, അമ്മയും വേണം.
ഇതിനിടയിൽ രേഖയ്ക്ക് അച്ഛൻ കല്യാണം ഉറപ്പിക്കുന്നു. രേഖയുടെ വിവാഹം നിശ്ചയിച്ചത് രവിക്ക് വല്ലാത്തൊരു ഷോക്കാവുന്നു. രേഖ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് രവി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇരുവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കല്യാണ ദിവസം കതിർ മണ്ഡപത്തിൽ രേഖ ഇരിക്കുന്നു. തൊട്ടടുത്ത് വരൻ, മന്ത്രോച്ചാരണങ്ങൾ. രേഖയുടെ ടെൻഷൻ. വേവത പൂണ്ട അവളുടെ കണ്ണുകൾ അറിയാതെ വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പിന്നിലായി നിൽക്കുന്ന രവിയെ കാണുന്നു. അവളാകെ വല്ലാതായി. തന്റെ ഭർത്താവ് തന്നെ തേടി വന്നിരിക്കുന്നു. ഒന്നും ചെയ്യാനാവാത്ത അവളുടെ അവസ്ഥ. ടെൻഷൻ. നിമിഷങ്ങൾക്കകം പ്രതിമ കണക്കായിരിക്കുന്ന അവളുടെ കഴുത്തിൽ വരൻ താലി ചാർത്തുന്നു. ഉയരുന്ന വാദ്യമേളങ്ങൾ. നിരാശനായ രവി തിരിഞ്ഞു നടക്കുന്നു. ഫ്രീസ്. ഈ ക്ലൈമാക്സിന് യാതൊരു പുതുമയില്ല. ഇതിനു മുൻപും പല പടങ്ങളിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയാ, പണ്ട് ഏതോ ഒരു തമിഴ് പടത്തിൽ കണ്ടായിട്ട് ഓർക്കുന്നു. ഭർത്താവുള്ള ഹീറോയിൻ വേറെ കല്യാണം കഴിച്ചാൽ ലേഡീസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് വെച്ച് തന്നെ ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കേ. ഞാനും ആലോചിക്കാം. സർ, ഞാനൊരു സജഷൻ പറയട്ടെ. സോറി സാർ, ഒന്നുമില്ല. അയാൾക്ക് എന്തോ സജഷൻ പറയാനുണ്ട്. നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പറഞ്ഞോളൂ. ക്ലൈമാക്സ് സിറ്റുവേഷൻ അത് തന്നെയാണ് സർ. കതിർ മണ്ഡപത്തിൽ ഇരിക്കുന്ന നായിക, ഓഡിറ്റോറിയത്തിൽ ആദ്യ ഭർത്താവും ഉണ്ട്. ടെൻഷന്റെ കുറെ നിമിഷങ്ങളാണ്. താലി ചാർത്തുന്നതിന് തൊട്ടു മുമ്പായി മമ്മി എന്നുള്ള ഒരു കൊച്ചു കുട്ടിയുടെ വിളി. നായിക നോക്കുമ്പോൾ അത് സ്വന്തം മോളാണ്. മമ്മി, ഡാഡി വന്നിട്ടുണ്ട്, നമുക്ക് ഡാഡിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ നായികയെ കൂട്ടി ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവരുടെ റീയൂണിയൻ. വീണ്ടും സെന്റിമെന്റ്സിന്റെ കുറെ നിമിഷങ്ങൾ, അവരുടെ ഒത്തുചേരൽ. അങ്ങനെ ഒന്നിക്കേണ്ടവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടത്. ഗുഡ്, കൊള്ളാം. ലേഡീസിന് ഇഷ്ടപ്പെടുന്ന നല്ല ക്ലൈമാക്സ്. എന്തു പറയുന്നു അനിൽകുമാർ? അത് കൊള്ളാം സാർ. എന്നാൽ ഇത് ഫിക്സ് ചെയ്യാലോ. റൈറ്ററാണോ? എന്താ പേര്? സുധീന്ദ്രൻ. ശേഖർ സാറിന്റെ കൂടെ ക്യാമറ അസിസ്റ്റന്റ് ആവും വന്നതാ. എന്തിനാ ക്യാമറ അസിസ്റ്റന്റ് ആകുന്നത്? നല്ല സ്റ്റോറി സെൻസ് ഉള്ള ആളാണല്ലോ. നല്ല കഥകൾ ഉണ്ടാക്കാൻ നോക്ക്. സിനിമയ്ക്ക് ഇപ്പൊ നല്ല റൈറ്റേഴ്സ് ഇല്ലാതിരിക്കുക. ക്യാമറ അസിസ്റ്റന്റ് എത്ര വർഷം കഴിഞ്ഞാലാ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റുക? ഇതങ്ങനെയല്ലല്ലോ. ഒരു പടം ക്ലിക്കായ പോരെ, അടുത്ത പടത്തിന് പറയുന്ന റെമ്യൂണറേഷൻ വാങ്ങാം. സുധീന്ദ്രന്റെ കൈ നല്ല കഥയുണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്റെ അടുത്ത പടത്തിൽ തന്നെ കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കാം. താങ്ക് യു സർ. നമുക്ക് റൂമിലേക്ക് പോവാം. ശരി. ഞാനൊരു കാര്യം പറയാം. നീ ഇനി വീഡിയോ ക്യാമറയും സ്റ്റിൽ ക്യാമറയും കൈകൊണ്ട് തൊട്ടു പോകരുത്. മൂവി ക്യാമറ എന്നെങ്ങാൻ പറഞ്ഞാൽ വടി വെട്ടിത്തലും ഞാൻ. അതെന്താ? ഈയിടെ ഡയറക്ടർ സാർ പറഞ്ഞു കേട്ടില്ലേ, അടുത്ത പടത്തിന് നിന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാമെന്ന്. സാറിന്റെ അടുത്ത 2 പടത്തിന് കഥ ഇതുവരെ ആയിട്ടില്ല. നീ പോയി പെട്ടെന്ന് 2-3 കഥ തല്ലിക്കൂട്ടി സാറിനെ പറഞ്ഞ് കേൾപ്പിക്ക്. സാമ്പത്തികമായിട്ട് എന്ത് മെച്ചമെന്നറിയോ? ഒരൊറ്റ പടം ഹിറ്റായാ മതി, പിന്നെ ലക്ഷങ്ങളായിട്ട് പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കില്ലേ? 1-2 കഥകളുടെ ത്രെഡ് എന്റെ മനസ്സിലുണ്ട്. ത്രെഡ് ആയാലും ക്ലോത്ത് ആയാലും വേണ്ടില്ല, എത്രയും പേര് കഥ ഉണ്ടാക്കാൻ നോക്ക്. അല്ല, തിരിച്ചു പോകാൻ രാത്രി ഏതെങ്കിലും ട്രെയിൻ കിട്ടുമോ? ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? നീ ഭാഗ്യവാനാടാ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ കിട്ടിയിരിക്കുന്നത്. എന്റെ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈനബ പിണങ്ങിപ്പോയിട്ട് എന്തായി? തിരിച്ചു വന്നോ? എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞില്ലേ? എന്തു പറ്റി? സുന്ദരിയായ ഹോം നേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പത്രത്തിലൊരു പരസ്യം കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ തിരിച്ചെത്തി. പ്രശ്നം ഉണ്ടാക്കി കാണും. പ്രശ്നം ഉണ്ടാക്കിയെന്നോ? അവളങ്ങോട്ട് വയലിലേക്ക് കളഞ്ഞില്ലേ? എന്നിട്ട് ഞാനര മുൻ അവളങ്ങോട്ട് വയലന്റ് ആയപ്പോ ഞാൻ സൈലന്റ് ആയി. അവനില്ലേ ഇവിടെ ഇതിന്റെ മുതലാളി? ഇല്ല, പാലക്കാട് ഒരു വർക്കിന് പോയി. പാലക്കാട് വർക്ക് കടം വാങ്ങാൻ പോയതായിരിക്കും. പാലക്കാടിനടുത്താ പഴനി. അവിടെ ചെന്ന് തലയും മുട്ടയടിച്ച് കളഭവും തേച്ച് മുരുകനെ ധ്യാനിച്ച് അവിടെ തന്നെ ഇരുന്നോളാൻ പറ. അവൻ പറഞ്ഞ അവധി കഴിഞ്ഞു, മുങ്ങി നടക്കുക. കല്ലൂക്കാരൻ പൊറിഞ്ചിന്റെ അടുത്ത് വേണ്ട അവന്റെ അഭ്യാസം. എന്തെടുക്കുക? കമ്പ്യൂട്ടർ. ഓ, സിനിമ കണ്ടോണ്ടിരിക്കുക. ഏത് നടിയാടാ ഇത്? അയ്യോ, ഇത് സിനിമ നടിയല്ല പറഞ്ഞു ചേട്ടാ, ഇത് കല്യാണ പെണ്ണാ. ഇവളെ ഞാനിന്ന് ഫോട്ടോഷോപ്പിൽ കയറ്റിയല്ലേ. വൃത്തികെട്ടവൻ. ഐസ്ക്രീം പാർലറും ഷോപ്പിലും ഒക്കെ പെണ്ണുങ്ങളെ കയറ്റുവാൻ അവസ്ഥ എനിക്ക് അറിയത്തില്ലയോ? എന്നതാണ് അത്? കരിമ്പൂതം പോലൊരു സാധനം. ഇത് ക്യാമറ ചേട്ടാ. എന്നാ വില ചേട്ടാ? ഡിജിറ്റലാ, 1.5 ലക്ഷം വരും. ലേറ്റസ്റ്റാ. അതിങ്ങ് എടുത്തോടാ. അയ്യോ ചേട്ടാ, അത് കൊണ്ടുപോലെ. ഫോട്ടോ എടുക്കാൻ വേറെ ക്യാമറ ഇല്ല ഇവിടെ. വേണ്ട, ക്യാമറ ഇല്ലാണ്ട് ഫോട്ടോ എടുത്താ മതി. അല്ലേ മുതലാളി? മിണ്ടരടാ. അതെ. സുധീലത്തെ എടുക്കാൻ പറ്റില്ല. ഓടാ, തൂക്കി പിടിച്ചിക്കാതെ കാറി കൊണ്ടുവെക്ക്. എന്തൊരു വെയിറ്റ്ലെസ്. ഇതേ എനിക്കും മുതലാളിക്കും ഫോട്ടോ എടുത്ത് കളിച്ച് പഠിക്കാം. ഈ ടിവിയും കൂടെ എടുത്തോട്ടെ മുതലാളി. വേണ്ടടാ, ചെക്കന്മാര് സിനിമ കണ്ട് സൂഹിക്കട്ടെ. അതെ അതെ കൊച്ചേ, ഇപ്പോഴത്തെ വെയിലിന് കറുത്ത കുടയേക്കാൾ നല്ലത് വെള്ളക്കുടയാ. നല്ല ഷൈനിങ്ങാ. 18 വയസ്സ് മുതൽ അർദ്ധരാത്രി കുട പിടിക്കാൻ തുടങ്ങിയ മുതലാളിയാ.
ഇപ്പോഴാ കൊടയുടെ നിറം മാറ്റി തുടങ്ങിയത്. ആ മുതലാളിയോടെ കളി വേണ്ട വേണ്ട. കാറിക്കൊണ്ട് മാറ് മാറ് മാറ്. സ്ക്രിപ്റ്റ് എഴുതാൻ അവസരം കിട്ടിയപ്പോ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് നിന്റെ മുഖമാണ്. ഓ പിന്നെ സത്യമായിട്ടും എന്റെ ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം ഈ മഹാലക്ഷ്മി അല്ലേ? എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ്. വീട്ടിലെല്ലാ മാസം ഒരു സിനിമയെങ്കിലും ഞങ്ങൾ കാണും. കഥ, തിരക്കഥ, സംഭാഷണം എന്ന് സ്ക്രീനിൽ കാണുമ്പോ ആളുകൾ കൈയടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അപ്പൊ തോന്നിയിട്ടുണ്ട്. അതാണ് ഒരു റൈറ്റർ കിട്ടുന്ന വാല്യൂ, പേനയുടെ ശക്തി. ഈ കാര്യം അമ്മയോടൊന്ന് പറയണ്ടേ? വേണ്ട വേണ്ട, ഇപ്പൊ പറയണ്ട. തൽക്കാലം സസ്പെൻസ് ആയിരിക്കട്ടെ. എല്ലാം ഓക്കെ ആയിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് വന്നേ. ആകെ കുഴപ്പമായി സുധി. എന്ത് ആ പൊരിഞ്ചു വന്ന് സ്റ്റുഡിയോന്ന് ക്യാമറ എടുത്തിട്ട് പോയി. നിങ്ങൾ എന്തിനാ കൊടുത്തു വിട്ടത്? അയാൾ വന്ന് വിലമായിട്ട് എടുത്തല്ലേ. പിന്നെ കമ്പ്യൂട്ടർ നോട്ടിട്ടാ പോയേക്കണത്. നാളെ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ ക്യാമറ എടുത്ത് വിൽക്കുമെന്നും പറഞ്ഞു. ഞാനില്ലാത്തപ്പോ ക്യാമറ എടുത്തോണ്ട് പോയത് ഗുണ്ടായിസാ. നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. ഇനി പോലീസും കേസും ഒക്കെ ആയിട്ട് നാട്ടുകാരെ കൂടി അറിയിക്കണം. പലിശയ്ക്ക് പണം എടുത്ത് സ്റ്റുഡിയോ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പണിത വീടിന്റെ ആധാരം അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പണത്തിന് ഇതിനേക്കാൾ കൂടുതൽ ഉറപ്പൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോ സുഖം അറിഞ്ഞാൽ അത് മതി. നാണക്കേടായെന്നും പറഞ്ഞ അവൻ എന്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കും. അപ്പോഴും ചേട്ടന് നാണക്കേടാവുന്നതിൽ അമ്മയ്ക്ക് വിഷമം. അത്രയ്ക്ക് നാണക്കേടുണ്ടെങ്കിലേ ചേട്ടനോട് കുറച്ച് കാശ് തരാൻ പറ. എടാ, അവനല്ലാതെ നിന്നെ ആരും ഇതുവരെ സഹായിച്ചിട്ടുള്ളത്? ഈ വീടിന്റെ ഭാഗം വാങ്ങി നീ പുതിയ വീട് വെച്ചപ്പോഴും പണം തന്ന് സഹായിച്ചത് അവൻ തന്നെയല്ലേ? മാസാമാസം അതിന്റെ വാടക നീ മേടിക്കുന്നുണ്ട്. അല്ലെങ്കിലും എനിക്കറിയാം അമ്മയ്ക്ക് എപ്പോഴും ചേട്ടൻ ചെയ്യുന്നത് മാത്രമാണ് ശരി. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റ്. ചേട്ടൻ വലിയ തഹസിൽദാറാണല്ലോ. നിന്നോട് ഞാനിപ്പോ എന്താ പറയാ? എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ മരിച്ച ശേഷം നിന്നെ വളർത്താനാ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്റെ സ്നേഹവും ലാളനയും അവനേക്കാൾ കൂടുതൽ തന്നിട്ടുള്ളത് നിനക്ക് തന്നെയാ. നീ സ്റ്റുഡിയോയിലേക്ക് പൊക്കോ. എന്തിനാ അമ്മയോട് അങ്ങനൊക്കെ പറയാൻ പോയത്? പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ വെച്ചാവുമ്പോ അമ്മയ്ക്ക് കൂടുതൽ വിഷമാവില്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മ പറയുന്നത്. ആ മുഖം കണ്ടാലറിയാം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഏയ്, ഞങ്ങള് തമ്മിൽ ഇതിവിടെ പതിവാ. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഞാൻ പൊറിഞ്ചൂനെ ചെന്നൊന്ന് കാണട്ടെ. നിക്ക്, അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും പോണ്ട. പപ്പേട്ടനെയും കൂട്ടി പോയാ മതി. ആഹാ, ഇതാണല്ലേ പണി. യോഗാസനം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന അപ്പുറത്തെ വീട്ടിലെ ബിന്ദുവിനെ നോക്കാണല്ലേ? പ്രായം ഇത്ര ആയില്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? ഈ യോഗ ചെയ്യുമ്പോ ഒരു ബിന്ദുവിലേക്ക് നോക്കി വേണം അത് ചെയ്യാനെന്നാണ് യോഗാചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. യോഗാചാര്യന്മാർ അങ്ങനെ പലതും പറയും. ബിന്ദുവിന്റെ കെട്ടിയോൻ കരാട്ടക്കാരനാണെന്നുള്ളത് ശിഷ്യൻ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. നിങ്ങളെ കാണാൻ രണ്ടുപേര് താഴെ വന്നിരിക്കുന്നു. ലേഡീസ് അല്ലല്ലോ? അല്ല. ഇരി ഞാൻ പ്രതീക്ഷിച്ച് വിക്രമാദിത്യനും വേതാളം ഇവിടെ എത്തുമെന്ന്. പറയുന്നുണ്ട് മറ്റൊന്നും തോന്നരുത്. പൊറിഞ്ചുവട്ടം ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ ഇല്ലാത്ത സമയത്ത് സ്റ്റുഡിയോയിൽ വന്ന് ക്യാമറ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞാല് എന്താ പിടിച്ചില്ലേ? തെറ്റ് തന്നെയാടാ, എന്റെ തെറ്റ്. ഞാൻ നിനക്ക് പൈസ തന്നത്. പൈസ വാങ്ങാൻ വരുമ്പോ പാറമാതാവിനെ കാണാൻ വരുന്ന പോലല്ലേ വരുന്നത്. എന്തൊരു ഭക്തി, എന്തൊരു ഭവ്യത. നിന്റെ കോണകമടക്ക സ്ഥാപന ജംഗമങ്ങളെല്ലാം എടുത്തോളാം ഒപ്പിട്ടെന്നിട്ടുള്ളല്ലേ. എന്നിട്ടവൻ സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഇത് വെറും ടെസ്റ്റ് ഡോസ് മാത്രം. ബാക്കി കിട്ടാനുള്ള രൂപയ്ക്ക് ഞാനൊരു ലോറിയുമായിട്ട് നിന്റെ വീട്ടിലോട്ട് വരും. എന്തിനാ ചേട്ടാ വേണ്ടാത്തൊക്കെ പറയുന്നത്? ചേട്ടന്റെ പണത്തിന് സെക്യൂരിറ്റി ആയിട്ട് എന്റെ വീടിന്റെ ആധാരം കൈയിരിക്കല്ലേ? ആധാരം എന്നാത്തിനാ? പുഴുങ്ങി തിന്നാനോ? അതുമെടുത്ത് കേസുമായിട്ട് കോടതി വരാതെ നിരങ്ങാൻ എനിക്ക് സമയമില്ല. അതിന്റെ ആവശ്യമൊന്നും വരില്ല. 3 ലക്ഷം രൂപ വാങ്ങിയതില് അവൻ ഇത്രയൊക്കെ തന്നു തീർത്തില്ലേ? ബാക്കി അവൻ കുറേശ്ശെ തന്നു തീർക്കും. ആ ക്യാമറ ഇങ്ങി തിരിച്ചു കൊടുത്തേക്ക്. അല്ലെങ്കിൽ അവന്റെ സ്റ്റുഡിയോയിലെ പണി മുടങ്ങിപ്പോവും. മുടങ്ങണമല്ലോ, എന്നാലല്ലേ എന്റെ പണി നടക്കൂ. ഞാൻ 2 ദിവസം കൂടി നോക്കും. ഇല്ലെങ്കിൽ ക്യാമറ ഞാൻ ആർക്കെങ്കിലും വിൽക്കും.
നീ സ്റ്റുഡിയോ ഒന്ന് പുറത്താക്കിയ ശശി ഉണ്ടല്ലോ കുറേ നടക്കുക ക്യാമറയ്ക്ക് പുതിയ സ്റ്റുഡിയോ തുടങ്ങാൻ. അതോടെ നിന്റെ അടപ്പ് തെറിക്കും. എന്റെ ക്യാമറ അവന് കൊടുത്താൽ ചേട്ടൻ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും. നീ എന്താ പേടിപ്പിക്കുക? വരട്ടടാ പോലീസ്. ഞാനറിയാത്ത പോലീസോ? പോലീസ് എത്തി എന്നെ പൊക്കി തന്നുമ്പോ നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അപ്പത്താ ഗുണ്ടകളെ ഇറക്കി വരട്ടാമെന്നായിരിക്കും. അതിന് കല്ലൂക്കാരൻ പൊറിഞ്ഞ് രണ്ടാമത് ജനിക്കണം. എന്റെ അപ്പനും അമ്മയും ചത്തുപോയി. ഇല്ലേ പറഞ്ഞു നോക്കായിരുന്നു. മര്യാദക്ക് ഞാൻ തന്നോട് പറഞ്ഞു കുറച്ച് സാവകാശം വേണമെന്ന്. അപ്പത്താ ഗുണ്ടായസം കാണിച്ച് പേടിപ്പിക്കുക. താൻ തന്നെ പണി നോക്ക് വാസുതി. അല്ല പപ്പേട്ട, അയാൾ ഗുണ്ടകളെ വിട്ട് മേടിപ്പിക്കട്ടാ. നീ വാ ചേട്ടാ. പോടാ. എന്തിനാടാ ഇത്രയും വലിയ കത്രിക? ഇത് തയ്യക്കട ഒന്നും അല്ലല്ലോ, ചെറുത് മതിയായിരുന്നു. ഇതൊക്കെ അധിക ചെലവല്ലിയോടാ. ഇത് മേടിച്ചൊന്നും അല്ല, ആദ്യത്തെ കടയിലെ കടം മേടിച്ചതാ. മിടുക്കൻ, നീ രക്ഷപ്പെടും. മുറിക്കട്ടാ. എന്താ ഒരു സ്മെല്ല്? എടാ പാപ്പി, ഈ കുട സ്റ്റുഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് തന്നേക്കടാ. ഈ കുട ഞാൻ സുധീന്ദ്രന്റെ കടയിൽ നിന്ന് പൊക്കിയതാ. ഈ വെള്ള കുട ചൂടി നടക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ ഭാര്യ സിസിലി പറയാ ഞാൻ വെളുത്തെന്ന്. മുതലാളിയുടെ ഭാര്യ മാത്രമല്ല, എന്റെ ഭാര്യ ആലീസും പറയാറുണ്ട് ഈ കുട ചൂടിയ പിന്നെ മുതലാളി വെളുത്തു പോയെന്ന്. എല്ലാവളുമാരും കൂടി എന്നെ വെളുപ്പിക്കാതിരുന്നാ മതി. ചേട്ടാ, ഇതെന്റെ പുതിയ പാർട്ട്ണർ സാജു. സാജു? സാജു ശശി. ഓ, അതാണ് ഈ സാസ് അല്ലേ? ഫൈനാൻസ് വേണേ പറഞ്ഞാ മതി. അതെ. നീ ആ സുധീന്ദ്രന്റെ സ്റ്റുഡിയോ നീ പോകുന്നു. അവിടെ പണി കുറവേട്ടാ. അതുകൊണ്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനി ഇവിടെയും പണി കുറയും. ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഇവിടെ കൊടുത്താലും പറയരുത്. അതെ. ഇവിടെ ഉണ്ടല്ലേ. നന്ദിയുണ്ടോടാ നിനക്കൊക്കെ? ഇത്രയും കാലം കൂട്ടുകാരെ പോലെ നടന്നിട്ട് സുധിയോടൊരു വാക്കുപോലും പറയാതെ ഈ തെണ്ടിയുടെ സ്റ്റുഡിയോയിൽ വന്ന് എച്ചിപ്പണി ചെയ്യാൻ നിനക്കൊക്കെ നാണാവൂലടാ. എടാ ഞാൻ നീ ഒന്നും പറയണ്ട. നിന്റെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് നീ എത്ര രൂപയുടെ അവൻ്റെ അത് വാങ്ങിച്ചിരിക്കണത്? നിന്റെ പെണ്ണുമ്പുള്ള ഗർഭപാത്രത്തിലെ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി അവന്റെ മാല പണയം വെച്ചല്ലടാ നിനക്ക് അവൻ കാശ് തന്നത്. ഈ തെണ്ടി കാരണല്ലടാ നമ്മുടെ സ്റ്റുഡിയോന്റെ പേര് പോലും പോയത്. എന്നിട്ട് നീ ഇപ്പം ഇല്ല, ഇനി നിന്നിവിടെ നിർത്തൂല. നീ വണ്ടി കയറ് കയറ്. ഞാൻ അവനോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആരോട് പറയാൻ? ഏത് ഒരു പുല്ലോടും പറയണ്ട. കണ്ട, പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റിയ ഇടപാടാണ് ഇവിടെ നടത്താൻ പോണെങ്കിൽ നീ നോക്കിക്കോ, അധികം കാലം ഇവിടെ നടത്തൂല. നാട്ടുകാർ പൂട്ടിച്ചോളും. കൂട്ടത്തിലേ നിനക്കും കിട്ടും. അമ്മ മഹാഭാരതവും രാമായണവും ഒന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. നന്നാവണമെന്ന് അവരവർക്ക് കൂടി തോന്നണം. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? എങ്ങനെ പോകാനമ്മേ? ഇതുവരെ സുകുമാരൻ ഈശ്വരന് മുമ്പിൽ മാത്രമേ തല കുമ്പിട്ടിട്ടുള്ളൂ. ഇപ്പോ കണ്ട ബ്ലേഡുകാരന്റെ മുമ്പിലും അത് വേണ്ടി വന്നു. എന്താ ഇപ്പൊ ഉണ്ടായത്? നീ തെളിച്ചു പറ. ആ പൊറിഞ്ചു ഇന്നലെ ഓഫീസിൽ വന്നിരുന്നു. ബ്ലേഡിൽ നിന്ന് പണം എടുത്തിട്ട് പറഞ്ഞ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരോട് മര്യാദയ്ക്ക് സംസാരിക്കാനെങ്കിലും കഴിയണം. അല്ലാതെ പണം ചോദിക്കുന്നവരൊക്കെ ഭീഷണിപ്പെടുത്താന്ന് വെച്ചാല് അമ്മേ, ഇവനൊന്നും ഈ ജന്മത്ത് നന്നാകാൻ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിലും അല്പം മാറ്റം ഉണ്ടാവുമെന്ന് കരുതുക. ഇപ്പൊ പുതിയൊരു പണി കണ്ടുപിടിച്ചിരിക്കുക, സിനിമയ്ക്ക് കഥ എഴുത്ത്. ഇവൻ ആര്? MT വാസുദേവൻ നായരോ? അതെ. ഓ, കഥ എഴുതാൻ IAS ഡോക്ടറേറ്റും വേണമെന്നില്ല, ജന്മവാസന ഉണ്ടായാൽ മതി. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നോ? അറിയാവുന്നൊരു തൊഴിലുണ്ടായിട്ട് അത് മര്യാദയ്ക്ക് ചെയ്യാത്തവനാ കഥ എഴുതാൻ പോകുന്നത്. എടാ, കൊള്ളാവുന്നൊരു പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? ടോൾസ്റ്റോയും ദസ്തോവ്സ്കിയും ഡിക്കൻസും ഒക്കെ ആരാന്ന് നിനക്കറിയാവോ? മലയാളത്തിൽ കഥ എഴുതാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കണമെന്നൊന്നുമില്ല, ജീവിതാനുഭവങ്ങൾ മതി. അതെനിക്ക് വേണ്ടോളം ഉണ്ട്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത്? പൊറിഞ്ചുന്റെ ഇടപാട് തീർക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൊടുക്കാനുള്ള പണവും ചോദിച്ച് ഇനി മേലിൽ എന്റെ ഓഫീസിൽ ആരും വന്നു പോരുത്. അയാൾക്ക് നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, കൈക്കൂലി വാങ്ങിച്ച ഇഷ്ടം പോലെ പണം കയ്യിലുണ്ടാവും, അത് കുറച്ച് തന്നുകൂടെയെന്ന്. ഡാ, നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഒരാളുടെ കയ്യിൽ നിന്നും 10 പൈസ കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവനാ സുകുമാരൻ. ഡാ, പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ഞാൻ പറയാം. പലിശ കൊടുത്ത് മുടിയാതെ നീ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വീട് വിറ്റിട്ട്
തൽക്കാലം കടം വീട്ടാൻ നോക്ക്. ഓ മനസ്സിലായി. ഞാനൊരു വീട് വെച്ച് 3000 രൂപ മാസ വാടക വാങ്ങുന്നില്ല ചേട്ടന് പുകച്ചില്. അതേടാ, നീ തന്നെ അത് പറയണം. നിനക്ക് പുതിയൊരു വീട് വെക്കാൻ വേണ്ടി ഈ വീടിന്റെ അവകാശം വേണമെന്ന് പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ പണം എടുത്ത് തന്നവനാ ഞാൻ. എന്നിട്ട് നീ ആ വീട് വാടകയ്ക്ക് കൊടുത്തു, ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്നു. നീ ബുദ്ധിമാനാ, ഞാൻ മണ്ടനും. എന്നിട്ടും പുകച്ചിൽ എനിക്കാണെന്ന്. കൊള്ളാം. ഓഹോ, ഇതും മനസ്സിൽ വെച്ചാണോ ഇത്രയും നാൾ നടന്നിരുന്നത്? വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ഞാൻ മാറി തന്നേക്കാം. സുധി, ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതിന് നീ ആവശ്യമില്ലാത്ത അർത്ഥമൊന്നും കൽപ്പിക്കണ്ട. വേണ്ട, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. എനിക്ക് മലയാളം വാക്കുകളുടെ അർത്ഥം നന്നായിട്ട് അറിയാം. എടാ, ഓ, നീ എപ്പോ വന്നാലും അതും ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിച്ചിട്ടേ പോകൂ. അവനല്ലേ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്? അല്ലെങ്കിൽ അമ്മ അവന്റെ ഭാഗമല്ലേ പറയും? എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അവന്റെ ജാതകത്തിൽ ഇപ്പൊ സമയദോഷ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശ്രീജ വിഷമിക്കണ്ട. ചേട്ടന്റെ സ്വഭാവം എങ്ങനെയാ? അനിയനാണെന്നുള്ള അധികാരം വെച്ച് പറയുന്നതാ. കൊറേ കഴിയുമ്പോ തന്നെത്താൻ ഇരുന്ന് വിഷമിക്കുന്നതും കാണാം. കല്യാണം കഴിച്ച് ഇവിടെ വന്നത് മുതൽ ഞാനിതൊക്കെ കാണുന്നതാ. സുമേ, അമ്മേ, ശ്രീജ, ദേ, ഈ ആഴ്ച സ്കൂൾ തുറക്കും. ഇത്രയും നാൾ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടിച്ചിരുന്നത് പത്മാസിലായിരുന്നു. ഇത്തവണ സ്കൂളിലും കോളേജിലും കയറി ഇറങ്ങി നമുക്ക് വർക്ക് പിടിച്ചെടുക്കണം. നീ പേടിക്കണ്ട ശശി, സ്കൂളും കോളേജും ഒന്ന് തുറന്നോട്ടെ. ഞാൻ ഫുൾ ടൈം ആ പരിസരത്തുണ്ടാവും. മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് വർക്ക് പിടിച്ച് പത്മാസിനെ പൂട്ടിക്കണം. ഒരു സ്റ്റുഡിയോയുടെ നിലനിൽപ്പ് പാസ്പോർട്ട് നീട്ട കാശാ, അത് നീ മറക്കണ്ട കേട്ടോ. പെൺപിള്ളേരുടെ ഫോട്ടോസിന്റെ കാര്യം നീ ഓർക്കണം. ഇനിയും നീ ആ മാത്ത സാറിന്റെ കയ്യിലെങ്ങാനും പെട്ടാൽ ഞാൻ നിർത്തി ആ പണി നിർത്തി. എനിക്ക് അമ്മോ ഷോ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ സുധേട്ടൻ തളരുകയല്ല വേണ്ടത്, അതെങ്ങനെയാ തരണം ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. സർവത്ര ടെൻഷനാ. ക്യാമറ ഇല്ലാതെ സ്റ്റുഡിയോയിൽ വർക്ക് നടക്കില്ല. എന്റെ ക്യാമറ ആ പൊറിഞ്ചു എടുത്തോണ്ട് പോയി ശശിക്ക് വിറ്റു. ഒരു പുതിയ ക്യാമറ വാങ്ങാൻ എത്ര രൂപ വേണ്ടിവരും? ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറയ്ക്ക് പോലും 50,000 രൂപ കൊടുക്കേണ്ടി വരും. എന്നാ തൽക്കാലം എന്റെ സ്വർണം പണയം വെച്ച് ഒരു ക്യാമറ വാങ്ങാം. ഏയ്, തന്റെ വീട്ടിൽ നിന്ന് തന്ന സ്വർണ്ണം എടുത്ത് പണയം വെക്കുന്നത് ശരിയല്ല. അങ്ങനെ എന്റെയും തന്റെയൊന്നും ഇനി പറയരുത്. എല്ലാം നമ്മുടേതാ. രൂപ കിട്ടുമ്പോ തിരിച്ചെടുത്താ പോരെ. ചേട്ടൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല. ആ വാടകക്കാരെ ഒഴിപ്പിക്കണമെങ്കിൽ അഡ്വാൻസ് വാങ്ങി 20,000 രൂപ വേറെ ഉണ്ടാക്കണം. സുഖു അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഇവിടുന്ന് മാറാൻ പോവാ നീ? ഞാൻ ഇവിടെ മനസമാധാനത്തോടെ കഴിയുന്നത് ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ അവൻ പറഞ്ഞോ? നീയല്ലേ അവൻ അസൂയാണ് പുകച്ചിലാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചത്. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്തായാലും ഞാൻ ഇവിടുന്ന് മാറാൻ തീരുമാനിച്ചു. അമ്മ എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. അമ്മ ചേട്ടന്റെ കൂടെ പോവാൻ പോവാ? പൊക്കോ. ഞാൻ ആരുടെ കൂടെയും പോകുന്നില്ല. നിന്റെ അച്ഛനുറങ്ങുന്ന മണ്ണാ ഇത്. ഇവിടെ കിടന്ന് മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാനോ? എന്താ ഒറ്റയ്ക്ക് താമസിച്ചാല്? മക്കൾക്ക് വേണ്ടാത്ത അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് തന്നെയാ താമസിക്കുക. നിന്റെ അച്ഛൻ മരിക്കുന്നത് വരെ കടം വാങ്ങിയ കാശിനായി ഒരാള് പോലും ഈ വീട്ടുപടിക്കൽ വന്ന് കൈനീട്ടി നിന്നിട്ടില്ല. കടവും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക? സുഖു പറഞ്ഞതുപോലെ നീ ആ വീട് വിറ്റിട്ടാണെങ്കിലും അയാളുടെ രൂപ കൊടുക്കാൻ നോക്ക്. നിന്റെ സമയം ശരിയാവുമ്പോ വീട് താനെ ഉണ്ടാവും. അമ്മ പറഞ്ഞതാ ശരി. വീട് ഇനിയും വെക്കാലോ. അതിനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തരാതിരിക്കില്ല. ഫ്ലാസ്കിൽ കട്ടൻ ചായ ഉണ്ട്. ഉറക്കം വരുമ്പോ എടുത്ത് കുടിച്ചോളൂ. വേണമെങ്കിൽ ഞാനും ഇരിക്കാം. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇരുന്നോളൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമല്ലോ. ഇന്റർവെൽ സീനായി. സീൻ 30. രാജശേഖരന്റെ വീട്. പകൽ. രാജശേഖരന്റെ വീട്ടിലേക്ക് കയറി വരുന്ന രമേശന്റെ ജീപ്പ്. രമേശനായിട്ട് ആരാ? രമേശനായിട്ട് ആയിട്ട് സകലകലാ വല്ലഭൻ മുകേഷ്.
ഇവിടെ ഒരു അനക്കവും കാണുന്നില്ലല്ലോ കുശല. അകത്തുണ്ടാവും സാറേ, ഒക്കെ മായമല്ലേ. എടോ രാജശേഖര, ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ രമേശൻ നായർ. കഥവ് തുറക്കുന്നു അതോ ചവിട്ടി പൊളിക്കണോ? സീൻ ശരിയായില്ല. ഡയലോഗ് കുറച്ചുകൂടെ ഷാർപ്പ് ആവണം. കിട്ടി. സീൻ 30. രാജശേഖരന്റെ വീട്. പകൽ. രാജശേഖരന്റെ വീട്ടിലേക്ക് കയറി വരുന്ന രമേശന്റെ ജീപ്പ്. നമസ്കാരം മുതലാളി. മനസ്സിലായില്ലല്ലോ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ രമേശൻ നായർ. പാട്ടും കവിതയും ഒക്കെ എഴുതുന്ന രമേശൻ നായർ. കവിത ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കവിതയല്ലല്ലോ, സംഗീതയല്ലേ മുതലാളി മരിച്ചത്? അതെ, സംഗീതവും അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദേവരാജനും ദക്ഷിണാമൂർത്തിയും ഉണ്ടാക്കിയിരുന്ന ശുദ്ധ സംഗീതം ഇപ്പൊ എവിടെയുണ്ട്? മുതലാളി ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. മുതലാളിക്ക് ശരിക്കും ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ഞാൻ കവിയല്ലാത്ത സാധാ രമേശൻ നായർ. ഇവൻ കൗശലക്കാരനല്ലാത്ത കുശലൻ. കൊശവനോ? പെട്ടെന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും കൊശവനെന്ന് തോന്നും. കൊശവനല്ല, കുശലൻ. ഞങ്ങൾ തിരുമേനി കറി പൗഡറിന്റെ ആൾക്കാരാ. ഓഹോ, തിരുമേനി കറി പൗഡർ കേട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് നാരായണ കറി പൗഡർ. അതൊന്ന് മാറ്റി നല്ല ആഢ്യത്വമുള്ള ഞങ്ങളുടെ തിരുമേനി കറി പൗഡർ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കൂട്ടാം. കറികളുടെ മഞ്ഞ നിറം മാറി കാവി കളറായി കിട്ടും. ഇതെന്താ, കറി പൗഡറിന്റെ സാമ്പിൾ ആണോ? അല്ല, മുതലാളിയുടെ കടയിൽ നിന്ന് വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റാ. കഴിക്കാനിരുന്ന സമയം പോലോ എന്ന് കരുതി പാഴ്സൽ വാങ്ങി പോന്നു. അയ്യോ, അതിപ്പോ തണുത്ത് കാണുമല്ലോ. ചൂടോടെ കഴിച്ചെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വാ വാ, ഇവിടെ അകത്തിരുന്ന് കഴിക്കാം. അതൊന്നും വേണ്ട മുതലാളി, ഞങ്ങൾ പോകുമ്പോ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചോളാം. ആട്ടെ, നിങ്ങളുടെ കറി പൗഡറിൽ എന്ത് മായമാ ചേർക്കുന്നത്? അയ്യോ, മായമൊന്നുമില്ലാത്ത ശുദ്ധമായ കറി പൗഡറാ തിരുമേനിയുടേത്. അതുകൊണ്ടാ നിങ്ങളുടെ കച്ചവടം രക്ഷപ്പെടാത്തത്. മായം ചേർക്കുന്നത് കുറ്റകരമല്ലേ മുതലാളി? എന്തു കുറ്റം? കപടം എന്ന വാക്കിൽ നാ കച്ചവടം ഉണ്ടായത്. കപടമില്ലാതെ സത്യസന്ധമായി കച്ചവടം നടത്തിയാൽ ഒരിക്കലും വിജയിക്കില്ല. അയ്യോ മുതലാളി, പാപം പാപം. ഒരു പാപമില്ല. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ആരും ഉടൻ മരിക്കാതിരുന്നാ മതി. അപ്പൊ മുതലാളിയുടെ ഹോട്ടലുകളിൽ മായം ചേർക്കാറുണ്ടോ? അല്ലാതെ പിന്നെ എങ്ങനെയാണോ ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്? കൊശവ. കൊശവനല്ല മുതലാളി, കുശലൻ. രണ്ടും ഒന്ന് തന്നെയാടാ കാസ്മല. തിരുമേനിയുടെ ആളുകളായതുകൊണ്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞുതരാം, എല്ലാം രഹസ്യമായിരിക്കണം. നോൺ ഐറ്റംസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം. ഒട്ടും വേസ്റ്റ് പോവില്ല. ഇന്ന് മട്ടൻ ബാക്കി വന്നാൽ നാളെ കട്ട്ലറ്റ് ആക്കാം. നല്ല ഇളയ മോരിയിറച്ചി ആട്ടിൻപാൽ ഒഴിച്ച് വേവിച്ചാൽ മട്ടനാവും. കാക്കയിറച്ചിയിൽ നാടൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് വേവിച്ചാൽ ചിക്കനാവും. ബാക്കി വരുന്ന ഇറച്ചി മസാല കഴുകിക്കളഞ്ഞ് ഫ്രീസറിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് എടുത്താലും സാധനം ഫ്രഷ്. ഇത്രയൊക്കെ പഴകി കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരത്തില്ലേ മുതലാളി? അതിനല്ലേ അജിനാമോട്ടോയും സോഡാ പൊടി. അയ്യോ മുതലാളി, ഇതൊക്കെ ഉള്ളിൽ ചെന്ന കുടല് ദ്രവിച്ചു പോവില്ലേ? ഇതൊക്കെ കഴിച്ചില്ലെങ്കിലും രോഗങ്ങൾ വരില്ലേ? ലിക്കറിലും സിഗരറ്റിലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പരസ്യം കൊടുത്തിട്ടല്ലേ എല്ലാരെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രിക്കാർക്കും മരുന്ന് കമ്പനികൾക്കും കച്ചവടം നടത്തണോ? അപ്പൊ മുതലാളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണല്ലേ? സംശയമുണ്ടോ? ഇതിൽ കൂടുതൽ മുതലാളിക്ക് എന്ത് ചെയ്യാനാവും? അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇതൊരു ആഗോള പ്രതിഭാസമല്ലേ? ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെയാണല്ലേ മുതലാളിയുടെ വിജയരഹസ്യം. അപ്പൊ നമുക്കിനി ഡീലിംഗ്സിലേക്ക് കടക്കാം അല്ലേ കുശല? കേൾക്കട്ടെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒന്ന് പറഞ്ഞു കൊടുക്കു സാറേ. മിസ്റ്റർ രാജശേഖരൻ, ഐ ആം ഫുഡ് ഇൻസ്പെക്ടർ രമേശൻ നായർ. നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണ സാധനങ്ങളുടെ സാമ്പിളാണ്. മായം ചേർക്കലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാവോ? ഇതങ്ങോട്ട് നേരത്തെ പറഞ്ഞാ പോരെ സാറുമാരെ? എന്തിനാ ഈ പ്രശ്ന വേഷം? എന്താ വേണ്ടെന്ന് വെച്ചാ പറ. എത്ര വേണം? മിസ്റ്റർ രാജശേഖരൻ, പണം കൊടുത്ത് നിങ്ങൾ പല ഉദ്യോഗസ്ഥന്മാരെയും വിലക്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഓ ശരിയാ. ഇപ്പൊ പല സാറന്മാർക്കും പണത്തിനോട് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും എന്റർടൈൻമെന്റാ. മനസ്സിലായി? അതിന് വഴി ഉണ്ടാക്കാം. രേഖേ, എന്തിനാ മുതലാളി ഭാര്യയെ വിളിക്കുന്നത്? ഭാര്യ ഒന്നും അല്ലടോ. നീ ഈ സാറന്മാരെ അകത്തോട്ട് പോയി നല്ലപോലെ ഒന്ന് പരിചയപ്പെടും.
സമയം കളയണ്ട സാറേ, ചെല്ല് സാറേ. എടാ പന്ന റാസ്കൽ, നീ പെണ്ണിനെ തന്നിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? ചുമ്മാ വരട്ടല്ലേ സാറേ, ഇതൊക്കെ എത്രയോ രാജശേഖരൻ കണ്ടതാ. പോലീസ് ഇൻസ്പെക്ടർമാർ വിചാരിച്ചിട്ട് നടക്കാത്തതാ. പിന്നെയാണോ ഈ പീറ ഫുഡ് ഇൻസ്പെക്ടർ? വരട്ടാതെ പോട ചെറുക്ക. നീ മറ്റുള്ളവരടുത്ത് വേല ഇറക്കി വരട്ടുന്നത് പോലെ രമേശന്റെ അടുത്ത് വേല ഇറക്കാന്ന് വിചാരിച്ചടാ. ആറ്റിന്റെ പല്ല് ബൈജു അടിച്ചോടിക്കണ അവരെ. നിനക്ക് സീൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ കൈയടിക്കാത്തത്? ഞാനും കൈയടിക്കണോ? കൈ അടിക്കണോന്ന് ചോദിച്ചാ എന്റെ ഭാര്യ കൈയടിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? ഈ റോള് മോഹൻലാൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞാനൊരു തുടക്കക്കാരനല്ലേ. ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ ഡേറ്റ് ഒന്നും എനിക്ക് കിട്ടൂല. ദൈവം അനുഗ്രഹിച്ച് ഈ പടം ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് മമ്മൂട്ടി മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാം. ഇവിടെയാണോ ഇന്റർവെൽ ഉദ്ദേശിക്കുന്നത്? ഇതല്ലേ ഇന്റർവെല്ലിന് പറ്റിയ സിറ്റുവേഷൻ. അതുകൊണ്ട് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാം. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. 10 മിനിറ്റ് സമയമുണ്ട്. നല്ല ബെസ്റ്റ് ചിക്കൻ, നല്ല എരിവ്. ഇതിന്റെ ചേരുവ എന്താണെന്ന് ചോദിക്കായിരുന്നല്ലേ? നാളെ രാവിലെ തന്നെ നമുക്ക് ഏതെങ്കിലും ലഹരി വിമോചന കേന്ദ്രത്തിൽ പോകേണ്ടി വരും. അതിന് നീ കുടിക്കാറില്ലല്ലോ. എന്റെ കാര്യമല്ല, ആഹാരം നിനക്കൊരു ലഹരിയായി മാറിയിരിക്കുക. അത് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പം. പിന്നെ ഒരു ദിവസം 10 നേരം ആഹാരം കഴിക്കണ ഭയങ്കര കുഴപ്പമാണല്ലോ. ദഹന ശക്തിയില്ലാത്തതിന് ഞങ്ങളെ കുറ്റം പറയല്ലേ? നീ ആഹാരം ഇട്ട് തിന്നയില്ല, തിന്നേരം തീറ്റിക്കയില്ല. ആ വെല്ലിച്ചിന് ഉറങ്ങണാ. നല്ല ബെസ്റ്റ് പറയണ്ട, പോയി തിന്നി. ഓക്കെ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമായിരുന്നോ? ഫോൺ ചെയ്യുന്നത് കണ്ടോണ്ടാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യായിരുന്നത്. ഞാൻ തിരിക്കുന്നതിന് മുമ്പ് കഴിച്ചായിരുന്നു. സുധിയുടെ സ്ക്രിപ്റ്റിലെ ഇന്റർവൽ പഞ്ച് ഗംഭീരമായി. താങ്ക് യു സർ. സെക്കൻഡ് ഹാഫ് എങ്ങോട്ടാ പോകുന്നത്? കഥയുടെ രണ്ടാം പകുതിയും എന്റെ ജീവിതവും തമ്മിൽ കൂടിക്കുഴഞ്ഞ അവസ്ഥയിലാണ് സർ. മനസ്സിലായില്ല. കഥയിലുള്ളതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായി സർ. സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നതിനിടയിൽ ഒരു സന്തോഷ വാർത്തയുമായി റഫീഖ് എന്നെ കാണാൻ വന്നു. പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ. ആദ്യം എന്റെ വക കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ. ഈ ഹസ്തദാനത്തിലൂടെ അത് എക്സ്പെക്ട് ചെയ്യും. നിന്റെ 4 സിനിമാ കഥകളുടെ ഈ സിനോപ്സിസ് ഞാൻ മുകേഷ് സാറിന് വായിക്കാൻ കൊടുത്തു. എന്നിട്ട് മുകേഷ് സാർ 4 ഓക്കി അടിച്ചു. 4ന്റെ തിരക്കഥ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഇത്രക്ക് നാച്ചുറാലിറ്റി ഉള്ള കഥ അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടുള്ള മുകേഷ് സാർ പറഞ്ഞത്. നിനക്കത്രക്ക് വിശ്വാസമായിരുന്നു തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എന്നാലും 4 കഥകളെന്ന് കേട്ടപ്പോ. അയാളെ കണ്ട ഇരുവരും നമസ്കാരം മുതലാളി. അപരിചിത ഭാവത്തിൽ ഇരുവരെയും നോക്കി. 1 മിനിറ്റ്. ഓക്കെ സാർ. ഹലോ. മുകേഷ് സാറേ. അതെ, മുകേഷ് ആണ്. ആരാ? റഫീഖാണ് മുകേഷ് സാറേ. എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, കഥാകൃത്ത്? സുധീന്ദ്രൻ. സമ്മതിച്ചിരിക്കുന്നു മുകേഷ് സാറേ. ആ പേര് പോലും മറന്നില്ലല്ലോ. എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. മുകേഷ് സാറേ. ഹലോ മുകേഷ് സാറേ. സുധീന്ദ്ര, കഥകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം വെറൈറ്റി ഉള്ള കഥകൾ. താങ്ക് യു സർ. താങ്ക്സ്. എത്രയും പെട്ടെന്ന് എല്ലാ കഥകളുടെയും സ്ക്രിപ്റ്റ് ചെയ്തോളൂ. പ്രോജക്റ്റ് ഒക്കെ ഞാൻ റഫീഖും ചേർന്ന് പ്ലാൻ ചെയ്തോളാം. ഇതിനെങ്ങനെയാണ് സാറിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തിന്? നല്ല പുതുമയുള്ള കഥകൾ വരേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് നോവൽറ്റിയുള്ള പ്രമേയങ്ങളെ ജനങ്ങൾ സ്വീകരിക്കൂ. എനിക്ക് നേരിട്ട് വന്ന് സാറിനെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഒരു അപ്പോയിന്റ്മെന്റ് തന്നാൽ. അതിനെന്താ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. ഫോൺ ഒന്ന് റഫീഖിന് കൊടുക്കാം സാർ. താൻ സുധിയേം കുട്ടി ഒരു ദിവസം വാ, ഒരു സിറ്റിംഗ് വെക്കാം. ഓക്കെ സാറേ, നമുക്ക് നേരിട്ട് കാണാം. ഓ, ചെലവ് ചെയ്യണം. എന്താ വേണ്ടേ? ഈ കലാഭവൻ സിനിമയെ കാണുന്ന അത്ര കറുത്തൊന്നുമല്ല, എന്നെക്കാട്ടും വെളുത്തതാ. പിന്നെന്തിനാ മണിയെ ചാലക്കുടിയിലെ കറുത്തമുത്തൊന്ന് വിളിക്കുന്നേ? അതൊക്കെ അസൂയക്കാരെ വിളിക്കണല്ലടാ. എടാ സുധി, നിന്റെ സിനിമയിൽ എനിക്ക് പറ്റിയ വല്ല വേഷം ഉണ്ടോടാ? പപ്പേട്ടിന് അത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം, അല്ലേടാ? പപ്പേട്ടിന് ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാ. തിലകനും നെടുപിടി കൊണ്ടുള്ളപ്പോ പപ്പേട്ടിന് രക്ഷയില്ല. സുധി സിനിമയിൽ കയറിയ ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുള്ളതാ, അത് മറക്കരുത്. സുധി, നിന്റെ കഥയിൽ ഇവന് പറ്റിയല്ല കാട്ടാനുള്ള വേഷം ഉണ്ടാ. നിർത്ത്. ആദ്യം എന്റെ കഥയൊന്ന് സിനിമ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എനിക്ക് അഭിനയിക്കൊന്നും വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. കഥ എഴുതാൻ പോകുന്നൊക്കെ കൊള്ളാം.
ഈ സ്റ്റുഡിയോ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിലേ ഒരു മനുഷ്യൻ പോലും ഇതിനകത്ത് കയറാൻ പോകുന്നില്ല. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? പെട്ടെന്ന് വരണ്ട വന്നു. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഒന്നും വന്നേ. ഒരു മിനിറ്റ്. ഇതാരാ? എവിടം വരെയായി നിന്റെ സ്ക്രിപ്റ്റ് വർക്ക്? ഇനി കുറച്ച് സീനുകൾ കൂടി എഴുതാനുള്ളൂ. എന്നാൽ സന്തോഷ വാർത്തയുണ്ട്. ഒരു സ്ട്രോങ് പ്രൊഡ്യൂസർ കയ്യിൽ വന്ന് വീണിട്ടുണ്ട്. ഡയറക്ടർ ശ്യാം സുന്ദർ സാർ തന്നെയാ. പെട്ടെന്ന് വന്ന പ്രോജക്റ്റാ. പടത്തിന്റെ പൂജ 5-ാം തീയതി വെച്ചിരിക്കുക. നിന്റെ ശുക്രൻ തെളിഞ്ഞളിയാ. നിന്റെ റെമ്യൂണറേഷൻ വരെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എത്രയാണെന്ന് അറിയുമോ? 4 ലക്ഷം രൂപ. ഒരു കാര്യം, തൽക്കാലം ഇത് ആരും അറിയണ്ട. പാരകളുള്ള ഫീൽഡ് വെട്ടും. തിരുവനന്തപുരത്ത് ഫിലിം സിറ്റിയിൽ വെച്ച പൂജ. സൂപ്പർ സ്റ്റാറുകൾ അടക്കം മലയാള ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ഉണ്ടാവും. റഫീഖെ, ഇതിന് ഞാൻ നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മിൽ നന്ദിയും കടപ്പാടിന്റെ കണക്കുറേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം. എന്താ? നമ്മുടെ ഈ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് ഡൽഹി വരെ ഒന്ന് പോകേണ്ടി വന്നു. ഏതൊരു മന്ത്രിനെ കാണാനാ. 7-ാം തീയതി തിരിച്ചു വരുള്ളൂ. 3-4 ലക്ഷം രൂപ എന്റെ കൈ തന്നിട്ട് പോയതാ. പുള്ളി ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതിന് 3-4 ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ കുറച്ച് രൂപയുടെ ഷോർട്ടേജ് വന്നു. ഞാൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോ എന്നോട് എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക പ്രൊഡ്യൂസർ. ഞാനിത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? എത്ര രൂപ വേണ്ടി വരും? ഒരു 4 ലക്ഷം രൂപ വേണ്ടി വരും. ദാസേറിനും ചിത്രച്ചും പാടിക്കഴിഞ്ഞാ സ്പോട്ടിൽ പൈസ കൊടുക്കണം. എന്റെ കാൽക്കുലേഷൻ ഒന്ന് പെശക. 2 ദിവസത്തേക്ക് ഒന്നും മറിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ ആരോട് ചോദിക്കാനാ? അത് ശരിയാ. പൂജ മാറ്റിവെക്കാന്ന് വെച്ചാ അത് അപശകുനാ. പ്രത്യേകിച്ച് നീ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ. പൂജ നടക്കാതെ പോയാൽ നീ രാശിയില്ലാത്തവനാണെന്ന് ഇൻഡസ്ട്രി മുഴുവൻ ടാക്കാവും. നീ വിഷമിക്കണ്ട, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും നോക്കാം. നടന്നില്ലെങ്കിൽ നമ്മുടെ തലവിധി എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ വിളിക്കാം. ഹലോ, സാർ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഡൽഹിയിൽ നിന്ന് പ്രൊഡ്യൂസറാ. അപ്പൊ പറഞ്ഞ പോലെ. ഈശ്വര, 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? എന്താ ഇത്ര ആലോചന? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം, ആ പൊറിഞ്ചുവിന്റെ കടം വീട്ടുന്നത് വരെ സുധേട്ടന് ഒരു മനസമാധാനവും ഇല്ല. അതല്ലേ കാര്യം? അതെ അതെ. ഞാനൊരു കാര്യം പറഞ്ഞ സുധേട്ടൻ ദേഷ്യപ്പെടുവോ? എന്താ? ഒരു വീട് വെക്കാന്ന് പറഞ്ഞ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ല. ഉള്ളത് വെക്കാൻ എളുപ്പമാ. സുധേട്ടൻ വളരെ ആഗ്രഹിച്ചു പണിത വീടല്ലേ, അത് നഷ്ടപ്പെടുത്തണ്ട. ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയാ. എന്റെ സ്വർണം മുഴുവനും എടുത്ത് വിറ്റ് നമുക്ക് പൊറിഞ്ചുവിന്റെ കടം അങ്ങ് വീട്ടാം. ബാക്കി രൂപ കൊണ്ട് പുതിയൊരു ക്യാമറയും വാങ്ങാം. ഈ സ്വർണം വിറ്റ് കിട്ടുന്ന കാശ് റഫീഖിന് കൊടുത്താൽ ആ പ്രോജക്റ്റ് നടക്കും. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. തന്റെ അച്ഛനോടൊരു വാക്ക് ചോദിക്കാതെ സ്വർണം വിൽക്കുക എന്ന് പറഞ്ഞാൽ? അയ്യോ, അതൊന്നും സാരമില്ല. വീടിന്റെ കടം വീട്ടാനല്ലേ. അഥവാ ചോദിച്ചാ ബാങ്ക് ലോക്കറി വെച്ചിരിക്കുകയാണെന്ന് പറയാം. സ്ക്രിപ്റ്റിന് 4 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സോങ് റെക്കോർഡിങ്ങും പൂജയൊക്കെ ഗംഭീരമായിട്ട് നടത്താനാ പ്ലാൻ. മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ വരുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, എല്ലാം ഭംഗിയാക്കി തരണേ. സ്വർണം മുഴുവൻ വിറ്റാലും 3-3.25 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ല. ബാക്കി തുക എങ്ങനെ സംഘടിപ്പിക്കും? അതും പൊറിഞ്ചുവട്ടിനോട് തന്നെ ചോദിക്കാം. ദൈവം സഹായിച്ച് എൻ്റെ ഈ പ്രോജക്റ്റ് വിജയിച്ച എനിക്ക് വേറെയും ഓഫറുകൾ വരും. അപ്പോ തനിക്ക് ഇതിനേക്കാൾ ഒരുപാട് സ്വർണം ഞാൻ വാങ്ങിത്തരും. കാശ് ആവശ്യമുള്ളപ്പോ പൊറിഞ്ചു വേണം. അതെ. അത് തിരിച്ചു ചോദിച്ചാലോ ആ വേതാളത്തിനെ കൊണ്ട് വരട്ടാൻ വരും. അതെ. അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്ത വിഷയങ്ങളല്ലേ. പപ്പേട്ടന്റെ സ്വഭാവം പൊറിഞ്ചുവേട്ടന് അറിയാലോ. നിന്റെ വീടിനും സ്ഥലത്തിനും കൂടി എന്ത് വില വരും? ചുരുങ്ങിയത് ഒരു 10 ലക്ഷമെങ്കിലും കിട്ടണ്ടേ? കോപ്പ് കിട്ടും. ഏറിയാലോ ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷോ? എടോ, ഈ മറ്റേ സാധനം വന്നോണ്ട് ഇപ്പൊ ഒന്നിനൊരു വിലയില്ലടോ. മറ്റേ സാധനോ?
അമേരിക്കക്കാരന്റെ ഒരു സാധനം ഉണ്ടല്ലോ. എന്താ അതിന്റെ പേര്? മാന്യം. ഈ മാന്യം ഒന്നും നമ്മുടെ നാടിനെ ബാധിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഈയിടെ കല്യാണം കഴിച്ച പെണ്ണിനെയും ചെറുക്കനെയും വരെ ബാധിച്ചു മാന്യം. ഇത് ഈ മാന്യം കാരണം മുതലാളിയുടെ പെമ്പറന്നൊരു സിസിലി കൊച്ചമ്മ രാവിലെ എഴുന്നേക്കുന്നതിന് 10 മണിക്കാ. 10:30. അതെ. ഈ കൊച്ചമ്മ എഴുന്നേക്കുന്നത് നമ്മുടെ ഇടപാടുമായിട്ട് എന്താ? അതൊക്കെ പോട്ടെ. നീ ഉദ്ദേശിക്കുന്ന പോലെ ആ വീടിന് 10 ലക്ഷം ഒന്നും കിട്ടത്തില്ല. ഏറിയ 5 ലക്ഷം. അത്യാവശ്യക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഇടിച്ച് താഴ്ത്തരുത്. എന്റെ നിവൃത്തികേട് കൊണ്ടാ. ഒരു വിലപേശല് വേണ്ട. 6 ലക്ഷം രൂപയ്ക്ക് ഞാൻ സമ്മതിക്കാം. എന്ത് പറയുന്നു ചാപ്പി? നമ്മുടെ സുധീൻ തന്നെയല്ലേ മുതലാളി, കൊടുത്തേര് പാവം. ശരി, ഇതെല്ലാം ഒപ്പിട്ട് തന്നേക്ക്. ഞാൻ ഒപ്പിട്ട് തന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ ഇരിക്കല്ലേ മുതലാളി? അപ്പൊ ഈ തരാൻ പോകുന്ന 1 ലക്ഷം രൂപയ്ക്ക് ആരും ഒന്ന് ഒപ്പിടും? ചത്തുവതിന്റെ തന്ത ഒന്ന് ഒപ്പിടുമോ? അതെ. ആദ്യം വാങ്ങിയ മുതലും പലിശയും ചേർത്ത് 3 ലക്ഷം രൂപ. അപ്പൊ ആകെ 4 ലക്ഷം രൂപ. വീടിനും പറമ്പിനും പറഞ്ഞുറപ്പിച്ച 6 ലക്ഷത്തിൽ ബാക്കി 2 ലക്ഷം എന്ന് തീർന്നു നടക്കുന്നു. അന്ന് ഞാൻ നിനക്ക് തരും. അതെ. ഗോഡ് ബ്ലസ്. ഹലോ റഫീഖ്. എന്താടോ ഞാൻ പറഞ്ഞ കാര്യം നടക്കുവോ? പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഞാൻ മാനേജ് ചെയ്തോളന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. അയാളുടെ മകളുടെ കല്യാണത്തിന് സ്വർണ്ണം കൊടുക്കാൻ വെച്ചിരിക്കുന്ന രൂപയാ 7-ാം തീയതി തിരിച്ചു കൊടുക്കാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡ്യൂസർ വന്നാൽ ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുള്ളൂ. വേണമെങ്കിൽ 4 ലക്ഷം രൂപ ചെറിയൊരു ഇൻട്രസ്റ്റ് വാങ്ങിച്ചു കൊടുത്തേക്കാം. പാർട്ടി നാളെ രാവിലെ കാശ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയാൽ ഉടനെ ഞാൻ വിളിക്കാം. എവിടെയാ വരേണ്ടതെന്ന് പറഞ്ഞാ ഞാൻ അവിടെ എത്തിക്കോളാം. ശരി ശരി ശരി, നാളെ കാണാം. ഓക്കെ. ഈ പൂൾ സൈഡ് എവിടെയാണ്? അവിടെ. താങ്ക് യു. റഫീഖേ, നിന്നെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു ഞാൻ. ഇതുവരെ ഞാൻ ഫിലിം സിറ്റിയിലായിരുന്നു. നാളത്തെ പൂജയുടെ ഒരുക്കം നടക്കണം അവിടെ. പ്രൊഡ്യൂസർ പ്രത്യേകം വിളിച്ചു പറഞ്ഞു നിനക്ക് AC റൂം തന്നെ ഒന്ന്. AC റൂമിൽ കിടന്നുകൊണ്ട് നിനക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? AC ഒന്നും വേണ്ട. ഇന്ന് മുതൽ നീ AC റൂമിൽ കിടന്ന് പഠിക്കണം. AC റൂമിൽ കിടന്നില്ലെങ്കിലേ നമ്മൾ ആർക്കൊരു വില ഉണ്ടാവില്ല. $4 ലക്ഷം രൂപയാണ്. അതൊക്കെ കറക്റ്റായിരിക്കും. പ്രൊഡ്യൂസർ എത്തിയാൽ ഉടൻ തന്നെ ഈ രൂപ വാങ്ങി തരണം. അക്കാര്യത്തിൽ നീ പേടിക്കണ്ട, അത് ഞാൻ വാങ്ങി തന്നോളാം. റൂമിൽ പോയി നീ കുളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചോളൂ. നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്നെ പ്രതീക്ഷിക്കണ്ട, എനിക്ക് ഉടനെ ഫിലിം സിറ്റിയിലേക്ക് പോകേണ്ടതാ. നാളെ കാണാം. ഞാൻ എഴുതിയെടുത്തോളം സ്ക്രിപ്റ്റ് നീ ഒന്ന് വായിക്കുന്നു. ഞാൻ കേട്ടിട്ടൊരു കാര്യമില്ല. ഡയറക്ടറും പ്രൊഡ്യൂസറും ആ കേൾക്കേണ്ടത്. രാത്രി എഴുതാൻ പറ്റുമെങ്കിൽ കുറച്ച് സീനുകൾ എഴുതിക്കോ. AC റൂമിലാകുമ്പോ ഭാവന മണി പോലെ വരും. നാളെ 9 മണിക്ക് റെഡി ആയിരിക്കണം. നമുക്ക് ഒന്നിച്ച് സ്റ്റുഡിയോ പോവാം. നിന്നെ റൂമിലാക്കാം. റഫീഖിന് ചായ കൊടുത്തോ? റഫീഖ് സാർ ഇന്നലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോയല്ലോ സാർ. ഫിലിം സിറ്റിയിലേക്ക് പോയതാണ്? അതറിയില്ല സാർ. VIP വരുന്നുണ്ട്. അവൻ ആകെ തിരക്കിലായിരിക്കും. അതാവും ഫോൺ ഓഫ് ചെയ്തിട്ടത്. ഏതായാലും അങ്ങോട്ട് തന്നെ പോകാം.
എക്സ്ക്യൂസ് മീ സർ, ഇവിടെ ഒരു പുതിയ പടത്തിന്റെ പൂജ നടക്കുന്ന എവിടെയാണ്? പൂജയോ? ആ, ഡയറക്ടർ ശ്യാം സുന്ദർ സാറിന്റെ പുതിയ പടം. ഇവിടെ അങ്ങനെ പൂജയ്ക്ക് വേണ്ടി ആരും ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയതാവും. നിങ്ങൾ അടുത്ത വിസ്മയം ഒന്ന് അന്വേഷിച്ച് നോക്കൂ. എന്തോ ചതി നടന്നിട്ടുണ്ട്. ഇനി 4 ലക്ഷം രൂപയും കൊണ്ടാവും മുങ്ങിയതായിരിക്കും. Yes, come in. സർ ബിൽ 1315 രൂപ. അപ്പൊ റഫീക്ക് കാശൊന്നും തന്നിട്ടില്ലേ? അത് സാറ് പേ ചെയ്തോളൂ എന്നാ പറഞ്ഞത്. അയ്യോ, എന്റെ കയ്യില് ആകെ 1200 രൂപയേ ഉള്ളൂ. എറണാകുളത്തേക്ക് തിരിച്ചു പോകാൻ ഒരു 200 രൂപയെങ്കിലും വേണ്ടി വരും. അതെ, ഒരു 215 രൂപയുടെ കുറവുണ്ട്. അത് 2 ദിവസത്തിനായി ഞാൻ ഇവിടെ ഒന്ന് തന്നോളാം. അത് മാനേജർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ സെക്യൂരിറ്റി ആയിട്ട് എന്റെ മോതിരം തന്നാ മതിയൊന്നൊന്ന് ചോദിച്ചിട്ട് വരൂ. ശരി സർ. ഹലോ സുധേട്ടാ, ഞാനാ. പൂജ എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വന്നിരുന്നോ? ആ, എല്ലാവരും ഉണ്ടായിരുന്നു. സുധേട്ടൻ എല്ലാവരുമായി പരിചയപ്പെട്ടോ? ആ, പരിചയപ്പെട്ടു. ഈശ്വര, എനിക്കും കൂടി വരായിരുന്നു അല്ലേ? നീ വരാതിരുന്നത് നന്നായി. ഇവിടെ ആകെ തിക്കും തിരക്കുമായിരുന്നു. എന്താ സുധേട്ടന് ഒരു സന്തോഷമില്ലാത്തതുപോലെ? ശബ്ദത്തിലൊരു പതർച്ച. ഏയ്, കുഴപ്പമൊന്നുമില്ല. ഫോണിന്റെ ആയിരിക്കും. എന്നാ ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. എന്താ? നമ്മുടെ സംശയം ക്ലിയറായി. സുധേട്ടനൊരു അച്ഛനാവാൻ പോകുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ്, ഒന്നുമില്ല. ഈ സമയത്ത് ഞാൻ നിന്റെ അടുത്ത് ഇല്ലാതായി പോയല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് പുറപ്പെടാം. ശരി ശരി. എന്താ ഇത്രയും വൈകിയത്? കൊല്ലം കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിട്ടു. ഏതോ ഗുഡ്സ് പാളം തെറ്റിയെന്ന് 2 മണിക്കൂർ ചൂടത്ത് അവിടെ ഇരുന്ന് നരകിച്ചു. സുധേട്ട, ചോറെടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചതാ. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കുറച്ചു നേരം ഞാൻ കാത്തിരുന്നു. പിന്നെ വിശന്നപ്പോ എടുത്ത് കഴിച്ചു. വിശന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടല്ലോ. സുധേട്ടൻ എന്തേലും മറന്നോ? ഇല്ല. എന്താ? ഞാനൊരു സന്തോഷ വാർത്ത അറിയിച്ചിട്ട് എനിക്ക് മധുരം ഒന്നും കൊണ്ടുവന്നില്ലേ? ഞാന് എറണാകുളത്ത് എത്തുമ്പോ വാങ്ങാന്ന് കരുതി. ട്രെയിൻ ലേറ്റായി. കടകളെല്ലാം അടച്ചുപോയി. നാളെ രാവിലെ വാങ്ങാം. എനിക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തേ. പൂജ മാറ്റിവെക്കാന്ന് വെച്ചാ അത് അപശകുനാ. പ്രത്യേകിച്ച് നീ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ. പൂജ നടക്കാതെ പോയാൽ നീ രാശിയില്ലാത്തവനാണെന്ന് ഇൻഡസ്ട്രി മുഴുവൻ താക്കാവും. സുധേട്ട വെള്ളം. എന്തു പറ്റി സുധേട്ടന്? ഏയ്, ഒന്നുമില്ല. ആകെ ഒരു വല്ലായ്മ. നല്ല ക്ഷീണമുണ്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. സുധേട്ട,
മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തോ? എടുത്തു. ആ ഫോട്ടോ നമുക്കിവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം. വയ്ക്കാം. ആ സുധേട്ടാ, ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ പറയാം. ശരി. സ്വർണം വിൽക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊരു വാക്ക് ആലോചിക്കായിരുന്നില്ലേ? ഓരോരോ ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ഇങ്ങ് വന്നോളൂ. റഫീഖിനെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാ. അവനല്ലേ ഡയറക്ടറെയും ക്യാമറാമാനെയും ഒക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആദ്യമായിട്ടൊരു അവസരം കിട്ടുമ്പോ അത് മുടങ്ങിപ്പോകണ്ടെന്ന് കരുതിയ അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? പൂജ നടത്താൻ പോലും കയ്യിൽ കൂറയില്ലാത്തവനാ ലക്ഷങ്ങൾ മുടക്കി സിനിമ പിടിക്കാൻ പോകുന്നത്. എന്തായാലും അവനെ വിടരുത്. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാം. അത് വേണ്ട. പോലീസിനെ അറിയിച്ച അമ്മയും ശ്രീജയും ചേട്ടനും ഒക്കെ അറിയും. നീ ഒന്ന് സമാധാനിക്ക്. കൂവപ്പാടത്ത് അവന്റെ വീട്ടിൽ പോയി നമുക്കൊന്ന് അന്വേഷിക്കാം. അവൻ എവിടെയുണ്ടെന്ന് അവന്റെ വീട്ടുകാർക്ക് അറിയാതിരിക്കില്ലല്ലോ. അവനല്ലേ ഇവിടെ? ആ ഉണ്ടല്ലോ. സുധി, നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ടമ്മേ. 2 ദിവസം മുമ്പ് നീ ജുവലറി പോയി സ്വർണം വിറ്റോ? എന്തോന്നും മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലേ? അത് പൊർജുവിന്റെ കാശ് കൊടുത്ത് ആധാരം തിരിച്ചു വാങ്ങാനായിരുന്നു. എന്നിട്ട് ആധാരം തിരിച്ചു വാങ്ങിയോ? വീണ്ടും 1 ലക്ഷം രൂപ കൂടെ അയാൾ നിന്ന് വാങ്ങി വീട് വിൽക്കാൻ ഏർപ്പാടാക്കി തിരിച്ചു പോകുന്നു. ഈ 4 ലക്ഷം രൂപ നീ എന്ത് ചെയ്തു? എന്റെ ഒരു സുഹൃത്തിന് അത്യാവശ്യം വന്നപ്പോ ഞാൻ മറിക്കാൻ കൊടുത്തില്ല. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നീ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്ന്. നീ എന്ത് ചെയ്താലും ഞാൻ അറിയും. കാരണം നീ ഡെപ്യൂട്ടി തഹസീൽദാർ സുകുമാരന്റെ അനിയനാണ്. നിന്നെക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നവനാ ഞാൻ. ശ്രീജയം കൂടി അറിഞ്ഞാണ് ഇവന്റെ ഏർപ്പാടൊക്കെ. വീടിന്റെ കടം വീട്ടി ആധാരം തിരിച്ചു വാങ്ങാനാ ഞാൻ സ്വർണം കൊടുത്തത്. എന്നിട്ട് ആ രൂപ കൊടുത്ത കൂട്ടുകാരനെ സഹായിച്ചിരിക്കുന്നു. ഒരു ധർമ്മപുത്രർ. എടാ, കൂടെ കഴിയുന്ന സ്വന്തം ഭാര്യയോട് എങ്കിലും സത്യം തുറന്നു പറയണം. എന്റെ ഭാര്യയുടെ സ്വർണം ഞാൻ വിൽക്കുക, പണയം വയ്ക്കുക, എന്ത് വേണോ ചെയ്യും. അതിനെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. കണ്ടോ, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇവൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ഇവൻ ഈ പോക്ക് പോയാല് കുറെ കഴിയുമ്പോ കിടക്കാനും ഇടം പോലും ഇല്ലാതെ വഴിയെ തെന്ത് കിടക്കുന്ന കാണാനുള്ള വിഷമം കൊണ്ടേ പറയുന്നത്. അവനിഷ്ടമില്ലെങ്കിൽ അവന്റെ ഒരു കാര്യത്തിന് മേൽ ഞാൻ ഇടപെടില്ല. ഇവിടെ വന്ന് സങ്കടപ്പെട്ട് കിടക്ക. ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ ഒരേട്ടൻ ഉണ്ടാവുമെന്ന് വെച്ചാ അതൊരു ഭാഗ്യ. അതിൽ വിഷമിക്കാനൊന്നുമില്ല. കൂട്ടുകാരനൊരാപത്ത് വരുമ്പോ സഹായിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് പ്രയാസമുള്ളൂ. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? സുധേട്ടന്റെ എന്തെങ്കിലും തീരുമാനത്തിന് ഞാൻ എപ്പോഴെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? സുധേട്ടനെ അനുസരിക്കാനല്ലാതെ ധിക്കരിക്കാൻ എനിക്കറിയില്ല. സുധേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. കൂട്ടുകാരന് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമ്പോ പൊറിഞ്ചുവിന്റെ കടം തീർത്ത് ആധാരം തിരിച്ചു വാങ്ങാലോ. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളവാ. നിന്റെ സ്വർണം വിറ്റ് കിട്ടിയ പണം ഞാൻ കൊടുത്തത് ആ റഫീഖിന്. അവൻ നമ്മളെ ചതിച്ചു. സുധേട്ടാ, അവൻ എന്റെ രൂപയുമായി മുങ്ങി. അവൻ പറഞ്ഞത് മുഴുവൻ കളവായിരുന്നു. അവൻ എന്നെ ശരിക്കും ചീറ്റിയായിരുന്നു ശ്രീജയ്. നമ്മുടെ വീടും സ്വർണവും എല്ലാം പോയി. നിന്റെ അച്ഛനും അമ്മയും ഇതറിയുമ്പോ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? സുധേട്ടൻ ഇങ്ങനെ തളരാൻ പാടില്ല. തിരുവനന്തപുരത്ത് ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാൻ കാശ് തികയാത്തതുകൊണ്ട് എന്റെ മോതിരം വരെ ഊരിക്കൊടുക്കേണ്ടി വന്നു. സ്വർണം നമുക്ക് ഇനിയും ഉണ്ടാക്കാം. കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് സ്നേഹവും സന്തോഷവും സമാധാനവും. അതൊന്നുമില്ലെങ്കിൽ സ്വർണം ശരീരത്തിനൊരു ഭാരം മാത്രമായിരിക്കും. സ്വർണത്തേക്കാൾ ഞാൻ വിലമതിക്കുന്നത് സുധേട്ടന്റെ സ്നേഹവും.
2 മാസമായിട്ട് ശമ്പളം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രിസിറ്റിയുടെ കഴിഞ്ഞ മാസത്തെ ബില്ലടച്ചിട്ടില്ല. ഇതൊക്കെ എപ്പോഴാ കട്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലട്ടാ. ബില്ലടക്കാത്തോണ്ട് ഇന്നലെ ടെലിഫോണും കട്ട് ചെയ്തു. ഇവിടെ വർക്ക് കുറഞ്ഞ സ്ഥിതിക്ക് നീ വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിന്റെ കാര്യം കൂടി കഷ്ടത്തിലാവും. ഇല്ല സുധി, ഞാൻ എങ്ങും പോവില്ല. ഇത്രയും കാലം നിന്റെ കൂടെ നിന്നിട്ട് നിനക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ നിന്നെ ഉപേക്ഷിച്ച് പോകാന്നൊക്കെ പറഞ്ഞ ആർക്കറിയാം, ചിലപ്പോ നിന്റെ സിനിമാ ബന്ധം വെച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റുഡിയോ രക്ഷപ്പെടാൻ പോണത്. എന്താ ഇത്? പ്രസവത്തിനായിട്ട് സ്വന്തം വീട്ടിൽ പോകുമ്പോ ആരെങ്കിലും ഇങ്ങനെ കരയോ? ഇനി എത്ര മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയെന്ന് ഓർത്തപ്പോ അറിയാതെ കരഞ്ഞു പോയത്. അതിന് അത്ര ദൂരത്തേക്കൊന്നും അല്ലല്ലോ ശ്രീജ പോകുന്നത്. കാരണമെന്ന് തോന്നിയാ 1 മണിക്കൂറിനകം എനിക്ക് അവിടെ എത്താലോ. ഞാൻ പോയി കഴിഞ്ഞാ ദിവസം എന്നെ കാണാൻ വരില്ലേ? അതൊന്നും ശരിയാവില്ല. ഭാര്യയെ പിരിഞ്ഞ് 1 നിമിഷം പോലും ഇരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവനാണ് ഞാനെന്ന് നിന്റെ വീട്ടുകാർ തെറ്റിദ്ധരിക്കില്ലേ? നല്ല ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ. നിന്റെ സ്വർണം എവിടെയെന്ന് അച്ഛനും അമ്മയും ചോദിച്ചാൽ എന്തു പറയും? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സ്വർണം ബാങ്ക് ലോക്കറിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നൊരു കാര്യം, ഞാനില്ലാത്ത സമയത്ത് അമ്മയുടെ വഴക്കിനൊന്നും നിൽക്കരുത്. അമ്മ പാവ. ഡോണ്ട് വറി മാഡം, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മോളെ, നീ ഇതുവരെ റെഡി ആയില്ല മോളെ. ഇതൊക്കെ ഇപ്പോഴാണോ നോക്കുന്നത്? വേഗം ആവട്ടെ, രാഹുകാലം തുടങ്ങുന്ന മുമ്പ് ഇറങ്ങണം നമുക്ക്. നീ വളെ മലയൊന്നും എടുത്തിരുന്നില്ലേ? ഏയ്, വീട് വരെ പോവാനല്ലേ, ഇതൊക്കെ മതി. എന്ത് വിഡിത്താ പറയുന്നു മോളെ. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആഭരണങ്ങളൊക്കെ ഇടുന്നത് ഒരു നാട്ടു നടപ്പല്ലേ? വേഗം ചെന്നെടുത്തിട്ട്. അത് സാരല്ല അച്ഛാ. ഒരു മടിച്ചി എവിടെയായിരിക്കണേ, ഞാൻ എടുത്തോണ്ട് വരാം. ആഭരണങ്ങളെല്ലാം ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കാം. ഇന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം നിനക്കറിയില്ലേ? സുധി എവിടെ? വേഗം ചെന്ന് ആഭരണങ്ങൾ എടുത്തോണ്ട് വരട്ടെ. സുധി. അയ്യോ അച്ഛാ, അത് വേണ്ട. എന്താ മോളെ? എന്താ മോളെ കാര്യം? അത് സ്വർണം ലോക്കറിലൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോ സുധേട്ടന് സ്വർണം എടുത്ത് വിൽക്കേണ്ടി വന്നു. വിൽക്ക്? കല്യാണം കഴിഞ്ഞ 1 വർഷം പോലും ആയിട്ടില്ല, അതിനു മുമ്പ് എല്ലാം വിറ്റ് തൊലച്ചോ? അച്ഛാ, കുറച്ച് പതുക്കെ പറ. സുധേട്ടൻ കേൾക്കണ്ട. എന്താ കേട്ടാല്? 3-4 ലക്ഷം രൂപയുടെ സ്വർണ്ണമിട്ട് നിന്നിങ്ങോട്ട് അയച്ചത് ഇവിടുത്തെ ബാധ്യത തീർക്കാനായിരുന്നോ? ഇങ്ങനൊക്കെ ചെയ്യും മുമ്പ് അവനോ ഞങ്ങളോട് ചോദിച്ചില്ല. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു മോളെ? കല്യാണം കഴിഞ്ഞ പിന്നെ ബന്ധു വീട്ടിലൊന്ന് വന്നു നിൽക്കുന്നത് അവന് വലിയ നാണക്കേടാ. കെട്ടിയ പെണ്ണിന്റെ സ്വർണം മുഴുവൻ എടുത്തു നിൽക്കുന്നതിൽ ഒരു നാണക്കേടില്ല. എന്തിനാ വിറ്റെന്നൊന്നും അറിയണമല്ലോ. ചോദിച്ചും പറഞ്ഞു ഒരു മുഷിച്ചിലുണ്ടാക്കണ്ട, നമുക്ക് പോവാൻ നോക്കാം. ഏയ്, അത് ശരിയാവില്ലല്ലോ. ഇവൾ പറയുന്ന പോലെ തന്നെയാണോ കാര്യങ്ങളെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്താ സുധി കേൾക്കുന്നത്? ശ്രീജയുടെ സ്വർണം മുഴുവൻ നീ എടുത്ത് വിറ്റോ? അതിന് മാത്രം എന്ത് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത്? വളയും മാലയൊന്നും ഇല്ലാതെ അവളവിടെ ചെന്ന് കയറിയാലേ അവിടെ ഉള്ളവർ ചോദിക്കും. അപ്പൊ അതിന് നാണക്കേട് ഞങ്ങൾക്കല്ല, നിനക്ക് തന്നെയാ. അത്ര വലിയ പണക്കാരൊന്നല്ലെങ്കിലും അന്തസ്സായിട്ട് അവളെ അങ്ങോട്ട് ഇറക്കി വിട്ടത്. ആ അന്തസ് ഞങ്ങൾ തിരിച്ചു പ്രതീക്ഷിച്ചു. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ സുകുമാര? എനിക്കിതേ പറ്റിയൊന്നും അറിയില്ല. പിന്നൊരു കാര്യം, പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ വരുമ്പോഴേ നീ വിറ്റ് തൊലച്ച അത്രയും തന്നെ ആഭരണം വാങ്ങിക്കൊണ്ടുവന്നാലേ എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടൂ. ഈ കരാറൊന്നും വിവാഹ സമയത്തുണ്ടായിരുന്നില്ലല്ലോ. ധിക്കാരത്തിനൊരു കുറവുമില്ല. ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വർണം മുഴുവൻ വിറ്റ് ദീപാവലി കുളിക്കുന്ന സമ്പ്രദായമൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. എന്തിനാ വേണ്ടാത്ത കാര്യമൊക്കെ പറയുന്നത്? അത് ശരി, അനിയന് തെമ്മാടത്തിന് സുഖം കൂട്ടിക്ക. വാ മോളെ, നമുക്കിറങ്ങാം. അങ്ങനെ വ്യവസ്ഥ വെച്ച് ശ്രീജ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണ്ട. ആദ്യത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് വേണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. വാ മോളെ, നമുക്കിറങ്ങാം. ഇല്ലച്ചാ, ഞാൻ വരുന്നില്ല. നല്ലപോലെ ആലോചിച്ചിട്ടാണോ നീ പറയുന്നത്? ഇക്കാര്യത്തിൽ സുധേട്ടൻ പറയുന്നതിനപ്പുറം ഞാൻ നിൽക്കില്ല. ഓഹോ, ഇതുപോലെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ഒരുത്തന്റെ കൂടെ അധിക കാലമൊന്നും എന്റെ മോള് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ട. ഓർത്തോ, നീ ഇതിന് ഒരുപാട് അനുഭവിക്കേണ്ടി വരും. വാ വാളിയ. അല്ല,
മനസ്സിൻ കടലാസിൽ തമസിൻ നഖശീലിൽ കഥ കോറുന്നുവോ ഏതോ കൈയെന്നും മനസ്സിൻ കടലാസിൽ തമസിൻ നഖശീലിൽ വിധിയാകുന്നൊരസുരന്റെ ഒളിയമ്പു കൊള്ളും നിധിയായ നരജന്മമേ വിധിയാകുന്നൊരസുരന്റെ ഒളിയമ്പു കൊള്ളും നിധിയായ നരജന്മമേ നൊമ്പരം നെഞ്ചിൽ നിറയുമ്പോഴോ തളരുന്നുവോ സ്വയം ഇരുളി മുള്ളുള്ളൊരീ വീതിയിൽ നീറുന്നൊരീ യാത്രയിൽ മനസ്സിൻ കടലാസേ തമസിൻ നഖശീലി കഥ കോറുന്നുവോ ഏതോ കൈയെന്നും മനസ്സിൻ കടലാസിൻ തമസിൻ നഖശീലി ഇണയാകുന്ന കിളിയൊന്ന് മുറിവേറ്റ നാളിൽ പിടയുന്ന കവിജന്മമേ സാന്ത്വനം ചൊല്ലി വരികില്ലയോ തഴുകില്ലയോ ഇളം മൊഴിയിൽ പൊള്ളുന്നൊരീ ജീവനിൽ ആശ്വാസം നീയല്ലയോ മനസ്സിൻ കടലാസേ തമസിൻ നഖശീലി കഥ കോറുന്നുവോ ഏതോ കൈയെന്നും മനസ്സിൻ കടലാസിൽ തമസിൻ നഖശീലി ഉറങ്ങിപ്പോയല്ലേ സുന്ദര എറണാകുളം എത്തി എത്തിയാ നല്ല ഗോൾഡ് സ്വപ്നം കണ്ടോണ്ട് കിടക്കായിരുന്നു നീ വന്ന് വിളിച്ചതും അത് ഫോക്കസ് ഔട്ടായി ആ എന്റെ കാറ് വന്നിട്ടുണ്ട് വാ നോക്കണേ ടാങ്കർ അടവക്കല്ലേ ഒന്ന് പൊക്കോട്ടെ നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, സാറ് തേവരയിലേക്കല്ലേ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. പരിചയപ്പെട്ടത് വളരെ സന്തോഷം.
സുധീരെ കഥ കേട്ടിരുന്നോണ്ട് നേരം വെളുത്ത് അറിഞ്ഞില്ല. ഇന്നലെ രാത്രി സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും ഭീകരവാദികളായിട്ട് ബാംഗ്ലൂർ സിറ്റിയിലെ ജയിലിൽ കഴിയേണ്ടി വന്നു. നമുക്ക് ഇനിയും കാണണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. താങ്ക് യു സർ. ഓൾവേസ് വി ആർ മീറ്റിംഗ് സർ. ഗോഡ് ബെഡ് സി. ഇത് കാര്യമാക്കണ്ട സർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതാ. ഓട്ടോ ഓട്ടോ. ശ്രീജേ. സുധീന്ദ്ര, അവരവിടെ ഇല്ല. രാവിലെ ഒരു തലകറക്കം വന്ന് ശ്രീജയെ ആശുപത്രി കൊണ്ടുപോയി. അമ്മേ, ശ്രീജ. മോനെ, അവളെ ഐസിയുലേക്ക് മാറ്റി. നീ വന്ന ഉടനെ ഡോക്ടർ ചെന്ന് കാണാൻ പറഞ്ഞു. യൂട്രസ് റപ്ചറായി, നല്ല ബ്ലീഡിംഗും ഉണ്ട്. ഒരു എമർജൻസി ഓപ്പറേഷൻ വേണ്ടിവരും. ഒരു 50,000 റെംറ്റ് ചെയ്യണം. ഹലോ, ഓറിയന്റൽ സ്റ്റുഡിയോ അല്ലേ? ഞാൻ സുധിയ. പപ്പേട്ടനില്ലേ അവിടെ? ഒരാഴ്ച കഴിയോ? ഏയ്, ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. എന്റെ കാശ് കൊണ്ട് സുധി. സർ, ആ റഫീഖ്, ഞാൻ പറഞ്ഞില്ലേ എന്റെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന്. റിലാക്സ്. റഫീഖേ. ഏയ്, സുധിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം റഫീഖല്ല, ഞാനാണ്. അതേ സുധി, ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുധിയുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ റഫീഖ് എനിക്ക് വാങ്ങി തന്നത്. വിശ്വാസം വരുന്നില്ലല്ലേ? ക്വൈറ്റ് നാച്ചുറൽ. 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിന്റെ റിലീസിങ്ങിനോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് റഫീഖിന് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ആ പടം കറക്റ്റ് ഡേറ്റിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവുമായിരുന്നു. ഒരു സൂയിസൈഡിന്റെ ഘട്ടത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് റഫീഖാണ്. സുധിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നലെ ബസ്സിൽ വെച്ച് സുധിയുടെ അനുഭവസാക്ഷ്യം കേട്ടപ്പോൾ ആ കഥയിലെ വില്ലൻ ഞാനാണെന്നറിഞ്ഞിട്ടും സുധിയോട് കുറ്റം ഏറ്റു പറയാതിരുന്നത് ഒരു പ്രശ്ന പരിഹാരം മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. റഫീഖെ, മനസ്സിൽ ഒരുപാട് നന്മയുള്ളവനാ റഫീഖ്. അവനോട് സുധിക്ക് വിരോധമൊന്നും തോന്നരുത്. 5 ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്കാണ്. 4 ലക്ഷം രൂപ സുധിക്ക് തരാനുള്ളത്. 1 ലക്ഷം രൂപ എന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്നതിനുള്ള അഡ്വാൻസ്. സുധിയുടെ കഴിവുകളെ കുറിച്ച് റഫീഖിന് മാത്രമല്ല എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വാങ്ങിച്ചോളൂ. ചിങ്ങം 1 പുതിയ പടത്തിന്റെ പൂജയാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, വ്യാജനല്ല, ഒറിജിനൽ. കാശിന് ഏറ്റവും ആവശ്യമുള്ള സമയത്താ സാറെനിക്ക്. റഫീഖെ, 104 ശ്രീജ സുധീന്ദ്രന്റെ ഓപ്പറേഷന്റെ എമൗണ്ടാ. അത് സുകുമാരൻ സാർ അടച്ചല്ലോ. അടച്ചോ?
ചേട്ടാ, നമ്മുടെ കഷ്ടകാലമൊക്കെ മാറി. നഷ്ടപ്പെട്ട കാശെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. അതുകൂടാതെ ആദ്യത്തെ സ്ക്രിപ്റ്റിന് അഡ്വാൻസ് ആയിട്ട് 1,00,000 രൂപയും കിട്ടി. ശാസിച്ചതും ഗുണദോഷിച്ചതും എല്ലാം നീ കൂടുതൽ പ്രയത്നിക്കാൻ വേണ്ടിയാ. എനിക്കറിയാം എന്റെ അനിയൻ കഴിവുള്ളവനാ. ദാ നിന്റെ ആഗ്രഹം പോലെ നീ ഒരു വലിയ തിരക്കഥാകൃത്തായി തീരാൻ ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ.